ഹല്ലേലൂയ. സ്തോത്രം. 91 സങ്കീർത്തനത്തിന്റെ 14 15 വാക്യം വായിച്ചു. 94 സങ്കീർത്തനം 14. യഹോവ തന്റെ ജനത്തെ തള്ളി 91 സങ്കീർത്തനം 14 വാക്യം. അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. അവന്റെ നാമത്തെ അറിയാൽ ഞാൻ അവനെ ഉയർത്തും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും. കഷ്ടകാലത്ത് ഞാൻ അവനോടുകൂടെ ഇരിക്കും. ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. ദീർഘായുസ്സുകൊണ്ട് ഞാൻ അവനെ തൃപ്തി വരുത്തും. എന്റെ രക്ഷയെ അവന് കാണിച്ചു കൊടുക്കും. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. അവൻ എന്റെ നാമത്തെ ഞാൻ അവനെ ഉയർത്തും. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ആമേൻ ദൈവം പറയുന്ന കാര്യം, അവൻ എന്നോട് പറ്റിയിരിക്കണം. ഹല്ലേലൂയ. അപ്പൊ പലപ്പോഴും ഹല്ലേലൂയ ദൈവത്തോട് പറ്റിയിരിക്കണം എന്നുള്ളത് പലർക്കും അത് എങ്ങനെയാണെന്ന് അറിയത്തില്ല. കാരണം ദൈവത്തോട് ചേർന്നിരുന്നാൽ മാത്രമേ നമുക്ക് എന്തിനാ ദൈവം പറ്റിയിരിക്കാൻ പറയുന്നത്? അവനെ പറ്റി ഞാൻ അവനെ വിടുവിക്കും. ഹല്ലേലൂയ. ഇവിടെ പറ്റിയിരിക്കാൻ ഞാൻ ഒഴുകും. അപ്പം ചില കഷ്ടതയുടെ സമയത്ത്, ചില ബുദ്ധിമുട്ടിന്റെ, ചില പ്രയാസത്തിന്റെ കാലഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്ന സമയത്ത് നമ്മളെ ദൈവത്തിന് നമ്മൾ പറയുമോ, ദൈവമേ എന്താ നീ വരാത്ത, എന്താ നീ എന്നെ വിടുവിക്കാത്ത, നീ എന്താ എന്റെ കരച്ചിൽ കേൾക്കാത്തത്? പക്ഷേ നമ്മള് ഇത് ചോദിക്കുന്ന സമയത്ത് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യുന്നു. നമ്മള് ആരോടാണ് കൂടുതൽ ചേർന്നിരിക്കുന്നത്? ഹല്ലേലൂയ. അപ്പൊ അവിടെ ദൈവത്തോടാണ് ചേർന്നിരിക്കുന്നത്, ദൈവത്തോടാണ് പറ്റിയിരിക്കുന്നതെങ്കിൽ ഹല്ലേലൂയ, ഒരു കാര്യം ഉറപ്പായിട്ടും ഞാൻ പറയാം, ദൈവം നമ്മളെ വിടുവിച്ചിരിക്കും. ഓരോ ആവശ്യങ്ങളുടെ മുഖത്ത്, ഓരോ കാര്യങ്ങളിലും ഓരോ പക്ഷെ നമുക്ക് ഇഷ്ടമുള്ളിടത്ത് പോയി നിന്നിട്ട്, നമ്മൾ ഇഷ്ടമുള്ളിടത്തൂടെ നടന്നിട്ട്, നമ്മൾ ഇഷ്ടമുള്ളത് ചെയ്തിട്ട് ദൈവത്തെ കുറ്റം പറയാൻ പറ്റില്ല. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവാത്മ വെളിപ്പെടുന്ന കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് അങ്ങോട്ട് കൊണ്ട് ഷെയർ ചെയ്ത് മനസ്സിലാവും. എന്നാലും ഞാനിങ്ങനെ പാസ്റ്ററായിട്ട് ഇങ്ങനെ എന്തോ സംസാരിക്കുന്ന സമയത്ത് ഇപ്പൊ ഈ അടുത്ത സമയത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ എവിടെയോ പ്രാർത്ഥിക്കാൻ പോയ സമയത്ത് അവിടെ ഒരപ്പച്ചൻ വന്നിട്ട് ഒരങ്കിള് വന്നിട്ട് പറഞ്ഞത്, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പക്ഷെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പം കണ്ടത് മക്കളെ രണ്ടുപേരുടെയും ജീവിതത്തിൽ അസ്വാസ്ഥ്യങ്ങളും മറ്റും പക്ഷെ ദൈവാത്മ വെളിപ്പെടുത്തി അവര് ദൈവത്തിന്റെ ഇഷ്ടപ്രകാരമല്ല പങ്കാളികളെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഹല്ലേലൂയ. അവരുടെ ഇഷ്ടപ്രകാരം, സ്വന്തം ഇഷ്ടപ്രകാരം ഹല്ലേലൂയ ജീവിത പങ്കാളികളെ തെരഞ്ഞെടുക്കുന്ന സമയത്ത് അവരുടെ ജീവിതത്തിൽ പ്രയാസങ്ങള്, പ്രശ്നങ്ങള് അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ദൈവത്തെ വിളിച്ചിട്ട് ദൈവത്തോട് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഞാൻ പണ്ടെപ്പോഴും പറയും, നമ്മുടെ ദൈവത്തിന്റെ ഹിതമല്ലാതെ വിവാഹങ്ങൾ നടക്കും. ദൈവത്തിന്റെ ഹിതമില്ലാതെ കുഞ്ഞുങ്ങൾ ജനിക്കും. ഹല്ലേലൂയ. അപ്പം അതും സംഭവിക്കും. പക്ഷേങ്കില് അതിനൊക്കെ നമ്മൾ ദൈവത്തോട് ചെന്നിട്ട് ഇതിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അവൻ എന്നോട് പറ്റിയിരിക്കണം എന്ന് വെച്ചാൽ ദൈവത്തോട് നമ്മൾ ചേർന്നിരിക്കുക. നമ്മളും ദൈവം രണ്ടല്ല, നമ്മളും ദൈവം ഒന്നാണ്. അല്ലേ? ആണോ? എന്തൊരു സംശയമുള്ളതാണ് തോന്നുന്നു. ദൈവത്തിന്റെ ആത്മാവ് തന്നെയാണ് പറഞ്ഞത്. ദൈവത്തിന്റെ ആത്മാവ് നമ്മളിരിക്കുമ്പോൾ നമ്മളോട് ദൈവത്തിന്റെ ആത്മാവ് ഓരോ നിമിഷവും സംസാരിക്കുക. ഇന്നലെ പഴയ നിയമത്തിൽ എവിടെയാണെന്ന് ഓർക്കുന്നില്ല, വായിച്ചപ്പോഴത്തേനും അതിനകത്ത് പ്രവാചകർ ഇങ്ങനെ പറയുന്നുണ്ട്, ദൈവമേ എല്ലാ മനുഷ്യരുടെ മേലും നീ നിന്റെ ആത്മാവിനെ ഒന്ന് പകർന്നായിരുന്നെങ്കിൽ എന്ന്. ഹല്ലേലൂയ. ആ ഭാഗ്യം ശരിക്കും ലഭിച്ച നമുക്ക് അന്ത്യകാലത്ത് സകല ജഡത്തിൻ മേലും ദൈവത്തിന്റെ മക്കളായ ഇസ്രായേൽ ജനം പലപ്പോഴും പറഞ്ഞിട്ട് പ്രവാചകൻ പറഞ്ഞിട്ട് കേൾക്കാതിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഓരോ സമയത്ത് പ്രവാചകൻ ഇങ്ങനെ പറയുന്നുണ്ട്, എല്ലാവരുടെ മേലും ആത്മാവൊന്നും ഉണ്ടായിരുന്നെങ്കിൽ എന്ന്. ഹല്ലേലൂയ. ഇന്ന് എല്ലാവരുടെ മേലും ആത്മാവിനെ ദൈവം തന്നിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും ഈ ആത്മാവിനെ ഹല്ലേലൂയ എല്ലാവരും കേൾക്കുന്നുണ്ടോ? എല്ലാവരും അറിയുന്നുണ്ടോ? എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. മാനുഷ്യമായിട്ട്, ജഡികമായിട്ട് പലപ്പോഴും നമ്മൾ നമ്മുടെ ജീവിതത്തെ മാറ്റി മറിച്ച് വിടുമ്പം ദൈവത്തോട് ചേർന്നിരിക്കാൻ നമ്മുടെ ജീവിതത്തിൽ ചില നേട്ടങ്ങളൊക്കെ നമ്മൾ വേണ്ട എന്ന് വെക്കണം. ചിലതൊക്കെ നല്ലത് നമുക്ക് തോന്നും, പക്ഷേല് അവിടെയൊന്നും അത് നല്ലതായിരിക്കണം നിർബന്ധമില്ല.
ഹല്ലേലൂയ. നന്മയെന്ന് തോന്നുന്നു. പക്ഷെ അതുകൊണ്ട് ഞാൻ പറയാം, ദൈവത്തോട് പറ്റിയിരിക്കുമ്പോൾ മാത്രമേ നമുക്കത് ദൈവത്തിന്റെ ഇഷ്ടം അറിയാൻ പറ്റൂ. അത് യോഹന്നാന്റെ സുവിശേഷം നമ്മൾ കഴിഞ്ഞ ദിവസം എപ്പോഴോ ഞാൻ പറഞ്ഞു 14-ാം അധ്യായത്തിൽ 23-ാം വാക്യത്തിൽ കൃത്യമായിട്ട് പറയുന്നു. ഹല്ലേലൂയ. എന്തപ്പാ, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ വചനം പ്രമാണിക്കും. എന്റെ പിതാവ് നിങ്ങളെ സ്നേഹിക്കും. ഞാനും പിതാവും നിങ്ങളോടൊപ്പം വന്ന് വാസം ചെയ്യും. ഹല്ലേലൂയ. ദൈവം നമ്മുടെ ഉള്ളിൽ വന്ന് വാസം ചെയ്യുന്നത്, ഹല്ലേലൂയ, ആമേൻ, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ, മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു ഞങ്ങളിൽ ഇരിക്കുന്നു. പക്ഷേല് നമ്മൾ ദൈവത്തിന്റെ വചനം, ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിന്റെ വചനം പ്രമാണിക്കുമ്പോൾ, ദൈവത്തിന്റെ കൽപ്പനകൾ പ്രമാണിക്കുമ്പോൾ, അതായത് പരിശുദ്ധാത്മാവ് നമ്മളോട് പറഞ്ഞു തരുമ്പോൾ ഓരോ കാര്യം നമ്മൾ അതുപോലെ ചെയ്യുകയാണെങ്കിൽ പിതാവ് പുത്രൻ പരിശുദ്ധാത്മ ഒരുമിച്ച് ട്രിനിറ്റി ഇൻ വൺനെസ് ആയിട്ട് നമ്മളിൽ വന്ന് വസിക്കും, നമ്മളോട് കൂടെ വന്ന് വസിക്കും. നമ്മൾ ദൈവത്തെ കാണാൻ എങ്ങോട്ടും പോകേണ്ട കാര്യമില്ല. ഹല്ലേലൂയ. ആ ആമേ, ഹല്ലേലൂയ, ഉന്നതനായ ദൈവത്തിന്റെ ആമേ 3 ആളത്വങ്ങളായിരിക്കുന്ന, ഹല്ലേലൂയ, ആമേ, പിതാവ് പുത്രൻ പരിശുദ്ധൻ എന്ന് വെച്ചാൽ ആമേ അഖിലാണ്ടത്തുടയൻ, അതുപോലെ തന്നെ അത് വണ്ണസായി നമ്മളെ കൂടെ, നമ്മൾ ഉള്ളിടത്ത് നമ്മൾ ആയിരിക്കുന്നിടത്ത് ആയിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ദൈവം നമ്മുടെ കൂടെ വന്ന് വസിക്കുകയാണെങ്കിൽ ആ മനോഹരമായ അല്ലെങ്കിൽ ആ സന്തോഷകരമായ അനുഭവം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മുടെ ജീവിതത്തിൽ പിന്നെ ആമേ, ഹല്ലേലൂയ, ആമേ, എന്താ പറയാ, സങ്കടങ്ങളുണ്ടോ, പ്രയാസങ്ങളുണ്ടോ, കഷ്ടതകളുണ്ടോ, ആകുലതകളുണ്ടോ? കാരണം നമ്മുടെ ജീവിതത്തിൽ, കാരണം ഇവിടെ ലോകത്തിൽ ഇതെല്ലാം ഉണ്ടെങ്കിലും നമ്മൾ അതൊന്നും എഫക്ട് ചെയ്യില്ല. കാരണം വെച്ചാൽ നമ്മൾ ആയിരിക്കുന്ന മഹത്വത്തിലാണ്. ആ മഹത്വത്തിൽ നമ്മൾ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ഇതൊന്നും ബാധിക്കത്തില്ല. അപ്പൊ പലപ്പോഴും എന്താ, നമ്മൾ ദൈവത്തിന്റെ മഹത്വത്തിന് കീഴിൽ ആയിരിക്കാത്ത, മഹത്വത്തിനകത്ത് നമ്മളെ വിളിച്ചിരിക്കുന്നത് മഹത്വത്തിൽ വസിക്കാനാണ്. ആ മഹത്വത്തിൽ നമ്മൾ ആയിരിക്കാത്തത് കൊണ്ടാണ് നമുക്ക് പലപ്പോഴും വിടുതലിന്റെ ഇത് അറിയാൻ കഴിയാത്തത്. ഇന്ന് പലപ്പോഴും ദൈവമക്കൾ തന്നെ, ദൈവത്തിന്റെ മക്കളായിരിക്കും നമ്മൾ തന്നെ, ദൈവത്തിന്റെ ആത്മാവ് പ്രാപിച്ചവര്, ദൈവത്തിന്റെ അഭിഷേകത്തിലും അധികാരത്തിൽ നിന്നവര്, ഒരു സാഹചര്യത്തിലൊക്കെ കൂടെ കടന്നു പോകുന്ന സമയത്ത് അവർക്ക് അതിൽ നിന്ന് പുറത്തു വരാൻ കഴിയുന്നില്ല. സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ ലോകക്കാരെ കീഴടക്കുന്ന പോലെ അവരെ കീഴടക്കുന്നില്ല. കാരണം ഇന്ന് കൂടുതലും ഞാൻ പറയാം, ലോകക്കാർക്ക് പിന്നെ ലോകത്തിൽ പലരെ ആശ്രയിക്കാൻ പറ്റും, പലതിലേക്കും കൈനീട്ടാൻ പറ്റും, പലരിലേക്കും പോകാൻ പറ്റും. ദൈവമക്കൾക്ക് അതിനെല്ലാം റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പൊ ആ റെസ്ട്രിക്ഷൻസ് എല്ലാം നിൽക്കുന്ന സമയത്ത് ലോകക്കാരെ പോലെ ഓടി നടക്കാൻ പറ്റത്തില്ല. ഒരു പ്രശ്നം വന്നു കഴിയുമ്പോൾ അവർക്ക് അഭിഷേകത്തിൽ നിൽക്കാനും പറ്റുന്നില്ല. ഈ സ്ട്രെസ് ഭയങ്കരമാണ് ഇതാക്കുന്നത്. കാരണം ലോകമില്ല അവരുടെ കൂടെ. അതിന്റെ കൂടെ ദൈവത്തിൽ ആ ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ തിരിച്ചറിയാനും കഴിയുന്നില്ല. ഈ 2 അനുഭവത്തിലൂടെ വരുവാണെങ്കിൽ വല്ലാതെ ഭാരപ്പെട്ടു പോകും. ഇന്ന് പലപ്പോഴും തിരിച്ചറിയുന്നില്ല അത്. ഇതിനൊക്കെ പുറത്തു വരാൻ വേണ്ടി ഒറ്റ വഴി മാത്രമേ ഉള്ളൂ. നമ്മൾ നമുക്ക് ദൈവം തന്നിരിക്കുന്ന, ദൈവം എന്തൊക്കെ പ്രയോജനം തന്നിരിക്കുന്ന ദൈവത്തിന്റെ ആ ദൈവത്തിന്റെ മഹത്വത്തെ, ദൈവത്തോട് ചേർന്നിരിക്കാന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനോട് നമ്മൾ എപ്പോഴും ഫെലോഷിപ്പ് ഉള്ളവരായിരിക്കണം. പരിശുദ്ധാത്മായിട്ട് സംസാരിക്കണം. ഞാൻ പരിശുദ്ധാത്മായിട്ട് സംസാരിച്ചിട്ട് നമ്മൾ എങ്ങനെയാ അറിയുന്നത് നമ്മൾ എവിടെ നിൽക്കണം, എന്ത് ചെയ്യണം, എങ്ങനെ പോകണം എന്നൊക്കെ? അപ്പൊ നമ്മൾ ആത്മാവുമായിട്ട് ചേർന്ന് ദൈവത്തിന്റെ ശബ്ദം കേൾക്കണം. ദൈവത്തിന്റെ ശബ്ദം കേട്ട് നമ്മൾ സംസാരിച്ച് ഓരോ ദിവസവും ഇങ്ങനെ ബലപ്പെടേണ്ട ആവശ്യമുണ്ട്. അപ്പം നമുക്ക്, ഞാൻ പറയാം, എപ്പോഴും ദൈവത്തിനെ കുറിച്ച് അറിയണമെങ്കിൽ, ദൈവം എന്താണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അറിയണമെങ്കിൽ പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ആത്മാവ് വചനത്തിലൂടെ നമ്മളോട് സംസാരിക്കും. ഈ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ തിരിച്ച് സംസാരിക്കുമ്പോഴാണ് ദൈവം വീണ്ടും കൂടുതൽ നമ്മളോട് സംസാരിക്കുന്നത്. അപ്പൊ ദൈവത്തോട് പറ്റിയിരിക്കുന്ന, ഞാൻ പറയാം, ഇപ്പൊ 2 പേരും ഒരുമിച്ച് ഇങ്ങനെ ചേർന്നിരിക്കുകയാണ് ആണെങ്കിൽ അവർ വെറുതെ മിണ്ടാതിരിക്കുമോ? ഇരിക്കുമോ? ഇപ്പൊ കേളു സിസ്റ്റർ ഇപ്പൊ എന്റെ കൂടെ ഒന്ന് താമസിക്കാന്നിരുന്നുണ്ട്. ആമേ, എപ്പോഴും ഒരു നേരങ്ങളിൽ നാക്ക് വായിലിട്ടിരിക്കുമോ എന്ന് തോന്നുന്നുണ്ടോ? കാരണം ഇതിങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ നമ്മളെന്താ, ഇങ്ങോട്ട് സംസാരിക്കും, നമ്മൾ അങ്ങോട്ടും സംസാരിക്കാൻ നമ്മൾ സംസാരിച്ചു. ഇപ്പൊ ഇത് സംസാരിക്കും തോറും വെച്ചാൽ ആ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാൻ ശ്രമിക്കും. ഇത്രയും നാൾ പറയാത്തതും അല്ലെങ്കിൽ മറന്നു പോയതും എല്ലാ കാര്യങ്ങളും വെച്ച് സമയം കിട്ടി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ ഷെയർ ചെയ്യുന്നില്ലാതെ 2 പേരും വന്ന് 2 അറ്റത്തും മുഖം വീർപ്പിച്ച് മൗനമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ നടക്കുമോ? ഇല്ല. പക്ഷെ ഈ കമ്മ്യൂണിക്കേഷൻ നടക്കും തോറും ആഴങ്ങളിലേക്ക് ഒരാളിനെ നമുക്ക് അറിയാൻ പറ്റും. മനസ്സിലുള്ള തുറന്നു പറഞ്ഞാൽ അവരുടെ ഉള്ളിൽ എന്താ ഇരിക്കും നമുക്ക് അറിയാൻ പറ്റില്ല. അല്ലാതെ തുറന്നു പറയാതിരുന്നിട്ട് മിണ്ടാതെ എങ്ങോട്ടെങ്കിലും മാറി നിൽക്കുന്ന കഴിഞ്ഞാൽ നമുക്ക് ഒരാളെ അറിയാൻ കഴിയത്തില്ല. നമ്മൾ അറിയും തോറുമാണ് ഈ ആൾ എന്താണെന്ന് ശരിക്കും മനസ്സിലാകത്തുള്ളൂ. അല്ലേ? ഇപ്പൊ കാണുമ്പോൾ എല്ലാവർക്കും ചിരിക്കുന്നു, ഹല്ലേലൂയ, കൊള്ളാം കേട്ടോ. പക്ഷെ അടുത്തറിയണമെങ്കിൽ നമ്മൾ സംസാരിച്ചു തുടങ്ങണം. ചില ആൾക്കാരോട് സംസാരിച്ചു തുടങ്ങുന്ന ദൈവമേ സംസാരിക്കണ്ടായിരുന്നു തോന്നി പോകും.
കാരണം അവര് ശരിക്കും ഒരാളെ അറിയാനായിട്ട് നമ്മൾ സംസാരിക്കാതെ അറിയാൻ പറ്റത്തില്ല. അവരുടെ ഉള്ളിലിരിക്കുന്നതൊക്കെ അറിയണമെങ്കിൽ കമ്മ്യൂണിക്കേഷൻ എത്ര ബലം പിടിച്ചു നിന്നാലും എത്രയൊക്കെ മുഖംമൂടി ഇട്ട് നിന്നാലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അത് പൊളിയും. ആമേൻ. അപ്പൊ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പൊ ദൈവത്തോട് പറ്റിയിരിക്കണം. അപ്പൊ അങ്ങനെ ദൈവത്തോട് പറ്റിയിരിക്കുന്നവരെയാണ് ദൈവം എന്താ അവരുടെ ഹാലേലുയ സമയങ്ങളിൽ വിടുവിക്കുന്നത്. വിടുതൽ അവരുടെ ജീവിതത്തിൽ വിടുതൽ വരണമെങ്കിൽ പറ്റിയിരിക്കണം. ഹാലേലുയ. അപ്പം നമ്മുടെ ഓരോ കാര്യവും ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് നമ്മളൊരു കുഞ്ഞു കാര്യം പറഞ്ഞാൽ പോലും ദൈവം അത് ശ്രദ്ധ വെച്ച് കേട്ട് നമുക്ക് വേണ്ടിയിട്ട് ആ കാര്യത്തെ ചെയ്തു തരുമ്പോൾ നമുക്ക് മനസ്സിലാകണം ദൈവം എത്രത്തോളം നമ്മളും ദൈവമായിട്ട് ചേർന്നിരിക്കുന്നെന്ന്. ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഇത്ര നാളെ കേട്ട ടെസ്റ്റിമണിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ടെസ്റ്റിമണി എൻ്റെ മനസ്സിലേക്ക് എപ്പോഴും വരുന്ന ടെസ്റ്റിമണിയാണ് പി.ജി. അങ്കിളിന്റെ. അതിനുശേഷം ഇഷ്ടംപോലെ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ടെസ്റ്റിമണി ആയിട്ട്. പക്ഷേല് ഹാലേലുയ എനിക്ക് ആ ബട്ടൺസ് പൊട്ടിപ്പോയേക്കാം. ബട്ടൺസ് കൊടുത്ത ദൈവത്തെ എനിക്ക് ഇഷ്ടപ്പെടും. കാരണം നമ്മുടെ ഒരു കുഞ്ഞു കാര്യം നമുക്കത് നിസ്സാരമായ ഒരു കാര്യം. ഹാലേലുയ. ഏറ്റവും വലിയ അഖിലാണ്ട തുടനാ ദൈവം ഒരു ബട്ടൺസിന്റെ കാര്യം കേട്ടിട്ട് അത് കൊടുത്ത് മാനിച്ച ദൈവത്തെ ഹാലേലൂയ. ആമേൻ. ആ ദൈവമാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും സൂപ്പർ നാച്ചുറൽ ആയിട്ട് ദൈവം ചെയ്തിരിക്കുന്ന സംഭവം അതാ. ഹാലേലൂയ. നമ്മുടെ പണ്ട് ഈ പെന്തക്കോസ്ത് അനുഭവങ്ങൾ എന്നൊരു പുസ്തകമുണ്ട്. ഞാൻ കുറച്ച് വായിച്ചിട്ടുണ്ട് ഇവിടെ. എനിക്ക് അതിന്റെ പ്രിന്റിങ് അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് അതിനകത്തൊക്കെ കുറേ എന്തോരം ടെസ്റ്റിമണീസ് ഉണ്ട്. നമ്മുടെ കൊല്ലത്ത് എവിടെയോ ഒരു 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 സഹോദരി സഹോദരിയല്ല, പ്രായമുള്ള ഒരു അമ്മച്ചിയാണ്. പുള്ളിക്കാരി ഒറ്റയ്ക്കാണ് വിശ്വാസത്തിലേക്ക് വന്നേക്കുന്നത്. ഹല്ലേലൂയ. അപ്പം ഈ അവരുടെ വീടിന്റെ അടുത്തൂടെ എല്ലാം ഉള്ളത് അവരുടെ ബന്ധുക്കളും ക്രിസ്ത്യാനികളും മറ്റ് സാധാരണ ക്രിസ്ത്യൻസ് ആണ്. ഹല്ലേലൂയ. അപ്പം ക്രിസ്ത്യൻസ് എന്ന പേര് പറയുന്ന ക്രിസ്ത്യാനികൾ. അങ്ങനെ ഇവരെ ഒറ്റപ്പെടുത്തിയിട്ട് ഹല്ലേലൂയ അതിനകത്ത് എഴുതേക്കുന്ന കാര്യം ഇങ്ങനെയാണ്. അപ്പൊ അവിടെ ഈ മീൻ വിൽക്കാൻ വരുന്നവർ പോലും ഹല്ലേലൂയ അവരുടെ വീട്ടിലേക്ക് മീൻ കൊടുക്കത്തില്ല. അപ്പൊ അവര് മീൻ വാങ്ങാൻ പുറത്ത് നിൽക്കുമ്പോൾ ഇവർക്ക് മാത്രം മീൻ കൊടുക്കത്തില്ല. എന്നിട്ട് അപ്പുറം ഇപ്പുറമൊക്കെ അപ്പൊ ഇവര് ദിവസം അവിടെ നിന്നുകൊണ്ട് പറഞ്ഞ്, കർത്താവേ ഇതുപോലെ എനിക്കൊരു മീൻ കഴിക്കാനായിട്ട് കൊതിയാകുന്നു. പക്ഷെ മീൻ വാങ്ങാൻ പോലും മീൻകാരൻ കൊടുക്കുന്നില്ല അതിലേക്കൂടെ വരുന്ന സമയത്ത്. ഹല്ലേലൂയ. അങ്ങനെ അവര് പ്രാർത്ഥിച്ച് പിറ്റേ ദിവസം ദൈവം വലിയൊരു മീൻ അവരുടെ മുറ്റത്ത് അവർക്ക് കൊടുക്കാൻ കൊടുത്തു. അവരതെടുത്ത് കറി. അപ്പൊ ഇത് ഡെയിലി ദൈവം ആവർത്തിച്ചപ്പോൾ മറ്റുള്ളവരൊക്കെ കാശ് കൊടുത്ത് മേടിക്കുന്നതിനെക്കാട്ടി നല്ല മീൻ, നല്ല ഫ്രഷ് ആയിട്ടുള്ള ജീവനുള്ള വലിയ മീൻ ഇവരുടെ വീട്ടില് ദൈവം ദൈവമായിട്ട് കൊടുക്കുന്നതാണ്. ഇത് കണ്ട് ഹല്ലേലൂയ അയലത്തുള്ളവരൊക്കെ അല്ല അടുത്തുള്ളവരൊക്കെ വിശ്വാസത്തിലേക്ക് വന്നതിന്റെ സാക്ഷി അതാണ്. കാരണം ഒരു മീൻ ചോദിച്ചപ്പം ഹല്ലേലൂയ അത് കൊടുത്തൊരു ദൈവം. അത് കണ്ട് അടുത്തുള്ളവരെല്ലാരും പരിസരത്തുള്ളവരെല്ലാരും ഞെട്ടിപ്പോയി. ഹല്ലേലൂയ. കാരണം ഈ ദൈവം അങ്ങനെ ഒരു ദൈവത്തെക്കുറിച്ച് അവർ ഇത്ര നാൾ കേട്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? അറിഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഹല്ലേലൂയ. നമ്മുടെ ദൈവം അങ്ങനെയാന്നേ. മറ്റുള്ളവർക്ക് തോന്നുന്നത് നിസ്സാരമെന്ന് തോന്നും. പക്ഷേ ആ നിസ്സാരമായിട്ടുള്ള കാര്യം ഒരു മീനല്ലേ എന്ന് ചോദിക്കും. പക്ഷേ ഒരു ബട്ടൺസ് അല്ലേ എന്ന്. പക്ഷേ ഇതുവരെ നമ്മുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുന്നൊരു ദൈവത്തെ കാണുമ്പം മറ്റുള്ളവരുമൊക്കെ മനസ്സിലായി ഇതാണ് യഥാർത്ഥ ദൈവം. ഞാൻ വലിയ വലിയ കാര്യങ്ങൾ മാത്രമേ ദൈവം ചെയ്യുമെന്ന് ആരും വിചാരിക്കല്ല്. ഹല്ലേലൂയ. കാരണം നമ്മുടെ ദൈവം വലിയ ദൈവമാണ്. നമുക്ക് ആർക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത വലിയ ദൈവം. പക്ഷേ ആ വലിയ ദൈവം ഹല്ലേലൂയ നമുക്ക് വേണ്ടി എത്ര കുഞ്ഞു കാര്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് കൂടെ നിൽക്കും. നമ്മുടെ കുഞ്ഞുങ്ങൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അവരുടെ വലിയ വലിയ കാര്യങ്ങൾ മാത്രമല്ല അവരുടെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ പോലും നമ്മൾ സാധിച്ചു കൊടുക്കാറുണ്ടല്ലേ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ അവരെ സ്നേഹിക്കുന്ന സ്നേഹമാണ്. ഇപ്പൊ ദൈവം നമ്മളോട് വെളിപ്പെടുത്താൻ സ്നേഹം വെളിപ്പെടുത്തും. നമ്മുടെ കുഞ്ഞു കാര്യങ്ങൾ പോലും ശ്രദ്ധ വെച്ച് കേൾക്കുന്നത് ദൈവം. പക്ഷെ അതിന് കാരണം എന്താന്ന് വെച്ചാൽ, നമ്മൾ ആ ദൈവത്തോട് പറ്റിയൊരു മറ്റ് ചിലതിനൊക്കെ നമ്മുടെ ജീവിതത്തിൽ നന്മയെന്ന് തോന്നുന്ന പലതും നമ്മള് വേണ്ട എന്ന് നോ പറയാൻ ശ്രമിക്കണം. അത് പറയാൻ ശ്രമിക്കും തോറും ദൈവത്തിന്റെ പ്രവൃത്തികൾ വെളിപ്പെട്ടുകൊണ്ടേയിരിക്കും. ദൈവത്തിന്റെ ഫേവർ നമ്മുടെ മേൽ വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ദൈവം നമുക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ നമ്മുടെ കാര്യങ്ങളിൽ ഇടപെടാൻ കാരണം നമ്മുടെ കാര്യങ്ങൾ ദൈവത്തിന് ഇടപെടാനായിട്ട് അവസരം നമ്മൾ കൊടുക്കുന്നില്ല പലപ്പോഴും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വരുന്ന കാര്യം നമ്മൾ ദൈവത്തിന് ചെയ്യാനായിട്ട് അവസരം കൊടുക്കുന്നില്ല. അതിനെക്കാട്ടും മുന്നമേ നമ്മൾ നമ്മുടെ രീതിയിൽ അങ്ങ് ചെയ്യുക. ഞാൻ എപ്പോഴും പറയും നമുക്കൊരു രോഗം വന്നാൽ എന്താ ചെയ്യുന്നത്? പെട്ടെന്ന് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ഓടും. മരുന്ന് വാങ്ങിക്കും. കഴിക്കും. എന്നിട്ട് കുറയാത്തപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കും. മരുന്ന് വാങ്ങിച്ച് ഓക്കെ ആണെങ്കിൽ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കത്ത് പോലുമില്ല ആ കാര്യത്തിന് വേണ്ടിയിട്ട്. പക്ഷേ എവിടെയാ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് വെച്ചാൽ നമ്മളെക്കൊണ്ട് മാനുഷ്യമായിട്ട് ചെയ്യാൻ പറ്റത്തില്ല എന്ന് തോന്നുമ്പോഴാണ് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കും. പക്ഷെ ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് അങ്ങനെയല്ല വേണ്ടുന്നത്. ഹല്ലേലൂയ. സകല കാര്യത്തിലും ദൈവത്തോട് പ്രാർത്ഥിക്കുക വേണ്ടുന്നത്. നമ്മുടെയൊക്കെ വീട്ടിൽ ഹല്ലേലൂയ ഞാൻ പറയാം
എപ്പോഴും പണ്ടിരിക്കുന്ന ഞാൻ മെഡിസിൻ ബോക്സ് എടുത്ത് കളഞ്ഞതാ. പക്ഷെ എന്നാലും ഒരു ഏകദേശം ഒരു മെഡിസിൻ ബോക്സ് നമ്മുടെ എല്ലാം വീട്ടിലുണ്ടെങ്കിൽ എന്തായാലും ഒരു തലവേദന വന്നാലോ പനി വന്നാലോ അല്ല അത്യാവശ്യം കഴിക്കേണ്ട ഇതൊക്കെ ആ മെഡിസിൻ ബോക്സ് അവിടെ ഇരിക്കാൻ നമ്മൾ ദൈവത്തോട്, കർത്താവേ ഞാൻ ഈ മെഡിസിൻ എടുക്കുന്നില്ല, എനിക്ക് സൗഖ്യം തരണം. തീർച്ചയായിട്ടും സൗഖ്യം തരണം. ഞാൻ പണ്ടൊരിക്കൽ കിഡ്നി സ്റ്റോൺ വന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. അന്ന് ആമ വേദന കൊണ്ട് പൊളഞ്ഞു ഇവിടെ നിന്ന്, ഹല്ലേലൂയ, ഭയങ്കര വേദന, നിൽക്കാൻ വയ്യാത്ത വേദന എല്ലാം വന്ന സമയത്ത്, ഹല്ലേലൂയ, ആമ മെഡിസിൻ എല്ലാം വാങ്ങിക്കൊണ്ട് വന്നു. ഹല്ലേലൂയ. പക്ഷേങ്കിൽ അവൻ കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ വേദന കുറഞ്ഞപ്പോൾ ഞാൻ തീരുമാനം എടുത്ത്, ഹല്ലേലൂയ, ഈ മെഡിസിൻ ഇനി ഞാൻ കഴിക്കുന്നില്ല. പലരും എന്നെ നിർബന്ധിച്ച്, ഹല്ലേലൂയ, ഇത് കഴിക്കണം, സ്റ്റോൺ പൊടിഞ്ഞു പോകണം, അങ്ങനെ വേണം ഇങ്ങനെ. പക്ഷെ ഞാൻ അന്നാട്ട് എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിന്ന് കഴിഞ്ഞപ്പം അമ്മ 2-3 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ സ്റ്റോൺ ഒരു സർജറിയും ചെയ്യാതെ, ഒരു തുള്ളി രക്തം പൊടിയാതെ, ആ സ്റ്റോൺ, ആ വലിയ സ്റ്റോൺ അതങ്ങനെ തന്നെ ദൈവം അത് പുറത്ത് കളഞ്ഞ് എൻ്റെ കണ്ണുകൊണ്ട് കണ്ട് ആ സ്റ്റോൺ പടക്കിയെന്ന് പറഞ്ഞ് ക്ലോസറ്റ് വീഴുന്നു. പക്ഷേ ആ സ്റ്റോൺ അതുപോലെ വലിയ സ്റ്റോൺ അതുപോലെ പോയി. ഹല്ലേലൂയ. പോയിട്ട് അമ്മ ഞാൻ പറയാം, സർജറി ചെയ്ത് രക്തം പൊടിയാതെ അകത്തിരിക്കുന്ന സ്റ്റോൺ പുറത്ത് കളയാനായിട്ട് ദൈവം, ഹല്ലേലൂയ, കൃപ നൽകി. ഹല്ലേലൂയ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ദൈവത്തിന്റെ പ്രവർത്തനം. പക്ഷെ ദൈവം അത് നമ്മൾ ആ മെഡിസിൻ എടുത്തെങ്കിൽ ഒരിക്കലും ദൈവം അത് ചെയ്യത്തില്ല. കാരണം നമ്മുടെ ദൈവത്തിലുള്ള വിശ്വാസമാണ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ, ഹല്ലേലൂയ, ഞാൻ മറ്റൊരു സാക്ഷി ഇങ്ങനെ ഓർക്കുകയാണ്. ഞാൻ ദൈവമേ സാക്ഷ്യം പറഞ്ഞ വചനം പറയാൻ സമയം കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ നേരത്തെ ഒരു പ്രാവശ്യം ഇതുപോലെ ഞാൻ പറയാം, എൻ്റെ ഞാൻ വിശ്വാസിയാകുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ കയ്യിലിരുന്നൊരു കാർ, ഞാൻ ഓടിക്കുന്ന കാറ് മെഴ്സർ ബെൻസ് C200 ആണ്. ഈ വണ്ടി ഒരു ദിവസം എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ സഹോദരൻ്റെ അടുത്ത് ചെന്നിട്ട്, എൻ്റെ മോളിൽ അന്ന് ഊട്ടി പഠിക്കുന്ന സമയത്ത് അവളുടെ ഫീസിൻ്റെ കാര്യത്തിൽ എന്തോ ഒരു പൈസ കുറച്ച് അമ്മ പറഞ്ഞ് മൂത്ത സഹോദരൻ്റെ അടുത്ത് വിട്ടിട്ട് പൈസ ചോദിച്ചോളാം. അപ്പം ഞാൻ അങ്ങനെ ഇവളുടെ കാര്യമായിട്ട് ചെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ കാശില്ലെന്ന് പറഞ്ഞു. അപ്പം കാരണം അദ്ദേഹത്തിന്റെ കയ്യിൽ നമുക്കറിയാം കോടിക്കണക്കിന് രൂപയുണ്ട്, പക്ഷേ ഇല്ലെന്ന് പറഞ്ഞു. കാരണം വെച്ചാൽ അപ്പം ഞാൻ അവിടുന്ന് ഒന്നും പറഞ്ഞില്ല. ഞാൻ നേരെ വണ്ടി എടുത്ത് തിരിച്ച് അവിടുന്ന് വണ്ടി എടുത്തുകൊണ്ട് ഇങ്ങനെ ഓടിച്ചുകൊണ്ട് വരുന്ന സമയത്ത് നമ്മുടെ അവിടുന്ന് കരാമം കണ്ടപ്പോൾ ഒരു ടണലുണ്ട്, അതിൽ കൂടെ കയറി വരുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ അതിൽ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞ്, ഞാൻ എൻ്റെ മോളുടെ കാര്യം ആയതുകൊണ്ടാണ് വന്ന് ചോദിച്ചത്, ഇല്ലെങ്കിൽ ഞാൻ ചോദിക്കത്തില്ലായിരുന്നു. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, എൻ്റെ യേശു ജീവനുള്ള ദൈവമാണെങ്കിൽ ഇനി ഇതുപോലെ അവൾക്ക് അങ്ങനെ ഒരു കാര്യത്തിനൊന്ന് കൈ നീട്ടേണ്ട ദൈവം വരുത്തത്തില്ല എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അപ്പൊ ഇത് പറഞ്ഞിട്ട് ഞാൻ ഇത്രയും പറഞ്ഞിട്ട് ഞാൻ വണ്ടി ഓടിച്ച മേലെ സങ്കടമൊക്കെ ഉണ്ട്. കാരണം കണ്ണിൽ നിന്നൊക്കെ വീഴപ്പോഴാണ്. എന്നിട്ട് അമ്മയെ വിളിച്ചു, ഞാൻ ശവിച്ചു എന്നൊക്കെ പറയാം, അത് പോട്ടെ. അല്ല, പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ വന്നിട്ട് അപ്പൊ എനിക്കൊരു ബാങ്കിന്റെ ഒരു ക്രെഡിറ്റ് കാർഡ് പേയ്മെന്റ് കാർഡ് ഉപയോഗിക്കും. കാർഡിന് പേയ്മെന്റ് അടയ്ക്കാണ്ട് ഞാൻ നമ്മുടെ അജ്മാൻ ലുലുവിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് വണ്ടി ഇങ്ങനെ കയറി ഞാൻ പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പൊ ഞാൻ ശ്രദ്ധിക്കുന്നില്ല, പാർക്ക് ചെയ്ത് ഞാൻ പോയി അകത്തുനിന്ന് ബാങ്ക് ATM പോയി അടച്ച് തിരിച്ചു വന്ന് വണ്ടി എടുക്കാൻ പോയി പുറമെ ഫ്രണ്ട് ചെന്നിട്ട് എല്ലാവരും പറഞ്ഞു, എടുക്കല്ലേ കൈകൊണ്ട് കാണിക്കുന്നതാണ്. അപ്പൊ ഞാൻ എന്താ കാര്യം വെച്ചാൽ മനസ്സിലാകുന്നില്ല. അപ്പം ഇവരെല്ലാവരും ഇങ്ങനെ പറയും. ഞാനത് പയ്യെ അന്നേരം വണ്ടി അവിടെ ഇട്ട് ഇറങ്ങി നോക്കുമ്പോൾ ഞങ്ങൾ അവിടെ ഈ നമ്മുടെ അങ്ങോട്ട് ഈ പാർക്കിങ്ങിന്റെ അവിടെ ഇങ്ങനെ വെച്ചേക്കുന്ന ചില കുറ്റിയുണ്ട്, ഇങ്ങനെ ഇരുമ്പിന്റെ വലിയ കുറ്റിയുണ്ട്. ആ കുറ്റിയിൽ ഒരെണ്ണത്തിന്റെ പകുതി എന്തോ ഒടിഞ്ഞു പോയിട്ട്. പക്ഷെ ഞാനിത് കണ്ട, ഞാനിങ്ങനെ വണ്ടി വളച്ചു കൊണ്ടപ്പോൾ എൻ്റെ ബോണറ്റ് നേരെ കയറിയിട്ട് ഇതിനകത്ത് കയറിയിട്ട് ഇങ്ങനെ കുത്തി ഇതിനകത്തോട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും. അപ്പൊ ഞാൻ വണ്ടി പുറകോട്ട് എടുത്താൽ ഇതിന്റെ ഫ്രണ്ട് പോഷയൊക്കെ താന്നിരിക്കുന്നുണ്ട്, ഇത് പറഞ്ഞു പോകും. അല്ലെങ്കിൽ എന്താ വെച്ചാൽ വണ്ടി പൊക്കി മാറ്റണം. അപ്പം ഞാൻ നോക്കിയപ്പോൾ അന്നേരത്തെ സ്ഥിതിയിൽ ഇത് ഹല്ലേലൂയ, എന്താന്ന് വെച്ചാൽ വണ്ടി റിക്കവറിക്കാർ വന്ന് ഇത് പൊക്കാതോ എടുക്കാൻ പറ്റത്തില്ല. ഞാൻ വണ്ടിയിൽ കയറി ഇങ്ങനെ ഇരുന്ന് ഇതെന്ന് വെച്ചാൽ, കർത്താവ് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ട് ഞാൻ അന്യഭാഷയെ പ്രാർത്ഥിച്ചെടുത്തിട്ട് അപ്പൊ സകല ആൾക്കാരും അവിടെ നോക്കണെങ്കിൽ ഇത് എന്തായി സംഭവിച്ചത്, ഇത് അന്യുള്ളിൽ കയറി കുത്തിയിരിക്കുകയാണ് ഇങ്ങനെ. അപ്പൊ ഞാൻ അങ്ങോട്ട് എടുത്തിട്ട് വണ്ടി, അപ്പൊ ദൈവം എന്നോട് ഉള്ളിൽ പരിശുദ്ധൻ വന്ന് ഈ വണ്ടി ഫ്രണ്ടിലോട്ട് എടുത്ത് ബാക്കിലേക്ക് എടുക്കുന്നത്. ഞാൻ അങ്ങനെ ഫ്രണ്ടിലോട്ട് എടുത്തിട്ട് ഞാൻ അവിടെ നിന്നിട്ട് പറഞ്ഞു, ഒന്നിങ്ങനെ പുഷ് ചെയ്ത് വിടാൻ പറഞ്ഞു. ഞാൻ വണ്ടി പുറകോട്ട് എടുത്ത് വണ്ടി ഇങ്ങ് പോന്നു. അപ്പൊ എന്റെ മനസ്സിൽ വിചാരം, ഈ കുറ്റിന്ന് പറഞ്ഞു പോകുമ്പോൾ ഈ വണ്ടിയുടെ ഫ്രണ്ട് മൊത്തം എവിടെയൊക്കെ പൊളിഞ്ഞിട്ടുണ്ടോ, എന്തെങ്കിലുമൊക്കെ പറ്റിയിട്ടുണ്ടോ. അപ്പൊ ഇത് എന്നാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അന്നേരത്തെ ആ മാനസികാവസ്ഥയിൽ ഞാൻ വണ്ടി എടുത്ത് ബിൽഡിങ്ങിന്റെ പാർക്കിങ്ങിനകത്തൊന്ന് പാർക്ക് ചെയ്ത് മുമ്പോട്ട് പറഞ്ഞു, പരിശുദ്ധൻ എടുത്ത്, നീ പോകരുത്, നീ നോക്കാൻ പറഞ്ഞു വണ്ടി. അപ്പൊ ഞാൻ പയ്യെ ചെന്നിട്ട് ഇങ്ങനെ കുനിഞ്ഞു നിന്നിട്ട് വണ്ടി നോക്കുക ഫ്രണ്ടിലൊക്കെ കണ്ടേക്ക. അപ്പൊ ഞാൻ കാണുന്നത് ആ വണ്ടിയിൽ, ഹല്ലേലൂയ, ആ ഫ്രണ്ടിൽ ഒരു പോറൽ പോലും ഏൽക്കാതെ, ഒരു ശകലം പോലും പൊട്ടാതെ ഈ വണ്ടി ആരും പൊക്കിയെടുത്ത് പുറത്ത് വെച്ചതുപോലെ വണ്ടി പുറത്ത് വന്നേക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ എന്ന് വെച്ചാൽ ഞാൻ വന്ന സങ്കടത്തിൽ ഞാൻ വണ്ടി ഇരുന്ന് കരഞ്ഞു വന്ന സമയത്ത് ദൈവം എന്നോട്, ഹല്ലേലൂയ, ഈ ഒരു സംഭവത്തിൽ വണ്ടി പൊക്കിയെടുത്ത് പുറത്ത് തന്നിട്ട് ദൈവം എന്നെ പഠിപ്പിച്ചു തന്ന ദൈവം എന്നോട് പറഞ്ഞതാ, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. അപ്പൊ എന്ത് കാര്യങ്ങൾ വന്നാലും അതിന് സോൾവ് ചെയ്യാൻ കഴിയുന്ന ഒരു ദൈവം നിന്റെ കൂടെയുള്ളപ്പം നീ എന്തിനാ സങ്കടപ്പെടുന്നത്? ഹല്ലേലൂയ. അന്ന് ഞാൻ അത് മറന്നേ, ഈ കാര്യങ്ങൾ പറഞ്ഞു വന്ന പെട്ടെന്ന് പരിശുദ്ധാത്മ എന്നെ ഓർമ്മിപ്പിക്കണം ആ സാക്ഷ്യം. ഹല്ലേലൂയ. അങ്ങനെ ഓരോ സാഹചര്യത്തിലും നമ്മൾ, ഹല്ലേലൂയ, നമ്മുടെ സങ്കട സമയത്തൊക്കെ ദൈവം നമ്മുടെ കൂടെ, നിന്റെ കൂടെ ഞാനുണ്ടെന്ന് തെളിയിച്ച ഒരുപാട് അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. പക്ഷെ ചില സമയത്തൊക്കെ എന്നിട്ടും നമ്മളുടെ ചില പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ അതൊക്കെ മറന്നുപോകും.
ഹാലയിലെ കാണാം. പക്ഷെ അങ്ങനെ മറന്നു പോകരുത്. നമ്മുടെ ഓരോ സാഹചര്യത്തിലും ഒരു പ്രയാസത്തിന് മുമ്പ് നിൽക്കുമ്പോൾ, ഒരു ഒരു പരീക്ഷയുടെ മുമ്പ് നമ്മൾ നിൽക്കുന്ന സമയത്ത് നമ്മുടെ കൂടെ ഉള്ളവൻ ആര്? ഈ ലോകത്തുള്ളതിനേക്കാൾ വലിയവൻ എൻ്റെ കൂടെ ഉണ്ട്. അല്ലെ, എൻ്റെ കഴിഞ്ഞ കാലങ്ങളിൽ എൻ്റെ ജീവിതത്തിൽ അല്ലെ പ്രവർത്തിച്ച ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഇപ്പോഴും എൻ്റെ ജീവിതത്തിൽ അത് പ്രവർത്തിക്കാൻ ശക്തനായ ദൈവം നമ്മൾ വിശ്വസിക്കണം. ഹാലലിയ. നമ്മുടെ ജീവിതത്തിൽ ഹാലലിയ. അത് എന്തുകൊണ്ടാണ് ഒരു കാര്യം ഞാൻ പറയും, ഇന്നലെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ കണക്കിന് നമ്മൾ ദൈവത്തിനെ മാത്രമേ കേൾക്കാവൂ. ദൈവത്തിന്റെ ശബ്ദം കേട്ട് അനുസരിക്കണം. മറ്റു മാനുഷ്യ ശബ്ദങ്ങൾക്കും നമ്മുടെ ബുദ്ധിക്കും ജഡത്തിനും പിശാചിനും ഒക്കെ നമ്മുടെ കാത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കൺഫ്യൂസ്ഡ് ആയിപ്പോകും. നമുക്ക് ദൈവം പറയുന്നത് എന്താന്ന് കേൾക്കാൻ കഴിയത്തില്ല. ലോകം പലതും നമ്മളോട് പറയും. പക്ഷെ പറയുന്ന സമയത്തെല്ലാം നമ്മൾ എന്തിൽ ഉറച്ചു നിൽക്കണം? ദൈവത്തിന്റെ ശബ്ദത്തിൽ മാത്രം ഉറച്ചു നിൽക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിക്കരുത്, അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ഉലയരുത്. കാരണം ദൈവം നമ്മളോട് കൃത്യമായും വ്യക്തമായും ദൈവം ഒരിക്കലും നമ്മളെ പടുകുഴിയെ കൊണ്ടിടത്തില്ല. ദൈവം ഒരിക്കലും നമ്മളെ നാശത്തിലേക്ക് നടത്തത്തില്ല. ദൈവം ഒരിക്കലും ഒരു തെറ്റായ വഴിയുടെ നമ്മളെ കൊണ്ടുപോകത്തില്ല. ദൈവം എപ്പോഴും നമ്മളെ കറക്റ്റ് ചെയ്ത് റൈറ്റ് വേയിലൂടെ നമ്മൾ നടത്തുന്ന ദൈവമാണ്. അതുകൊണ്ട് നമ്മൾ ദൈവത്തിന്റെ ശബ്ദമാണ് കേൾക്കുന്നതെങ്കിൽ നമ്മൾ ഒരിക്കലും ഒരു പരാജയത്തിലേക്കോ ഒരു പ്രതിസന്ധിയിലേക്കോ ഒരു പ്രതികൂലത്തിലേക്കോ പോകത്തില്ല. പക്ഷെ അത് മാത്രമേ കേൾക്കാവുള്ളൂ. നമ്മൾ കേൾക്കുന്ന ശബ്ദം മാനുഷികമാണോ എന്ന് തിരിച്ചറിയാൻ അറ്റ്ലീസ്റ്റ് പഠിക്കണം. നമ്മുടെ ബുദ്ധി നമ്മൾ ഉപദേശിക്കുന്നതെല്ലാം ദൈവഹിതപ്രകാരമാണോ എന്ന് തിരിച്ചറിയാൻ പഠിക്കണം. അതുകൊണ്ട് ഇവിടെ പറയുന്ന സങ്കീർത്തനക്കാരൻ എഴുതിയേക്കുന്നത്, ഞാൻ അവൻ എന്നോട് ദൈവം പറയുന്ന ആയിട്ട് എഴുതുന്ന അവൻ എന്നോട്, ഞാൻ ദൈവത്തോട് പറ്റിയിരിക്കുകയാണെങ്കിൽ ദൈവം എന്നെ വിടുവെക്കും. ദൈവത്തിന്റെ നാമത്തെ അറിയുന്നവനെ ദൈവം ഉയർത്തുക തന്നെ ചെയ്യും. അതുകൊണ്ട് പറയുന്നത് ദൈവത്തിന്റെ അടുക്കൽ ദൈവത്തെ സ്നേഹിക്കും, ദൈവത്തോടു കൂടി ദൈവത്തിന്റെ വാക്ക് കേട്ട് അനുസരിക്കുന്നവർ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ചയല്ല. അവരുടെ ജീവിതത്തിൽ ഉയർച്ച തന്നെ പ്രാപിക്കും. നമ്മൾ ദൈവസന്നിധിയിൽ അതുപോലെ നമ്മൾ വിശ്വസ്തയോട് നേരോടുകൂടി ദൈവത്തിന്റെ വാക്ക് കേട്ട് വചനം കേട്ട് ദൈവം പറയുന്ന ശ്രദ്ധ വെച്ച് കേട്ടത് അനുസരിക്കുകയാണെങ്കിൽ ആ ദൈവത്തിന്റെ വിടുതൽ നമ്മുടെ കരം അവിടെ തന്നെ വെളിപ്പെടും. അടുത്ത് പറയുന്നത്, അവിടെ പറയുന്നത്, അവൻ എന്നെ വിളിച്ചപേക്ഷിച്ച് ഞാനും ഉത്തമനും കഷ്ടകാലത്ത് ഞാൻ വിളിച്ചു മൊത്തം. അപ്പൊ അവിടെ അവൻ എന്നോട് പറ്റിയിരിക്കാൻ അവൻ്റെ നാമത്തിൽ ഞാൻ ഉയർത്തുകയാണ്. പിന്നെന്താ? അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാനും ഉത്തരമല്ല. അപ്പൊ നമ്മൾ ആരെ വിളിച്ചപേക്ഷിക്കുന്നുള്ളത് വലിയ ഇതാ. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നം വരുമ്പോൾ, ഒരു പ്രതികൂലം വരുമ്പോൾ, ഒരു പ്രയാസം വരുമ്പോൾ നമ്മൾ ഫോൺ എടുത്തിട്ട് ആരെയാണ് ആദ്യം വിളിക്കുന്നത്? നമ്മുടെ ഫോൺ ഏറ്റവും ഫസ്റ്റ് നമ്മുടെ എമർജൻസി നമ്പർ എന്ന് പറയുന്നത് കർത്താവിന്റെ നമ്പർ കർത്താവിനായിരിക്കണം നമ്മൾ വിളിക്കണം. നമ്മളൊരു ആവശ്യം ദൈവമേ എന്ന് വിളിക്കണം. മറ്റുള്ള മുഖങ്ങളാണ് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നതെങ്കിൽ അവിടെ നമ്മൾ തെറ്റിപ്പോകുന്നു. ദൈവത്തിന് നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി അല്ല കൊടുക്കുന്നത്. നമ്മുടെ എന്ത് കാര്യത്തിലും ഞാൻ എപ്പോഴും പറഞ്ഞു, ഞാൻ കുറെ പേരുടെ പേര് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാണ്ട് ദൈവം. എന്നിട്ട് ഞാൻ പറയും, അവിടെ എല്ലാവരും പ്രശ്നങ്ങൾ വ്യത്യസ്തമാണ്, പക്ഷേ അതിനെല്ലാം സൊല്യൂഷൻ ഒന്നേ ഉള്ളൂ, നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു. അപ്പൊ എന്ത് പ്രശ്നമാണെങ്കിലും അതിന് പരിഹരിക്കാൻ കഴിയുന്ന ഒരേ ഒരു പരിഹാരകനാണ് നമുക്കുള്ളത്, കർത്താവാണ്. അപ്പൊ ആ കർത്താവിനെയാണ് നമ്മൾ വിളിച്ചപേക്ഷിക്കുന്നെങ്കിൽ കർത്താവ് തീർച്ചയായും നമ്മളെ വിടുവിക്കും. നമ്മൾ ആരെ വിളിക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ നമ്മൾ വിളിച്ച് എന്നിട്ട് ദീർഘായുസിനകത്ത് അവന്റെ രക്ഷവനൊക്കെ. അപ്പൊ നമ്മളെ ദൈവത്തോട് പറ്റിയിരിക്കുകയും ദൈവത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യുന്നവർക്കാണ് നമ്മൾ ദൈവത്തിന്റെ വിടുതൽ കാണുവാനായിട്ട്. 9-ാം അധ്യായം സങ്കീർത്തനം 9:10 വായിക്കാവോ? നിന്റെ നാമത്തെ അറിയുന്ന നിങ്ങൾ ആശ്രയിക്കുക, യഹോവേ നിന്നെ അന്വേഷിക്കുന്നത് നീ ഉപേക്ഷിക്കുന്നില്ലല്ലോ. ഹല്ലേലൂയ. 9-ാം സങ്കീർത്തനം 9:10 വാക്യം പറഞ്ഞത്, നിന്റെ നാമത്തെ അറിയുന്നവൻ നിങ്ങൾ ആശ്രയിക്കുക. അപ്പൊ നമ്മൾ ദൈവത്തെ യഥാർത്ഥമായി അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാൻ പറ്റൂ. കാരണം നമ്മുടെ ദൈവം എത്ര വലിയ ദൈവമാണെന്നും നമ്മുടെ ദൈവം നമുക്ക് എന്തൊക്കെ ചെയ്തു തരാൻ കഴിയുന്നു നമ്മൾ അറിയണം. ആ ദൈവത്തിന്റെ സ്നേഹത്തെ അറിയണം, ദൈവത്തിന്റെ കരുതലിനെ അറിയണം. ഞാൻ പറഞ്ഞ കണക്ക് ഒരു കുഞ്ഞു ബട്ടൻസ് ചോദിച്ചാൽ പോലും കൊടുത്തൊരു ദൈവത്തെ തിരിച്ചറിയാൻ പഠിക്കണം. നമ്മള് ദൈവം ഇത്രയും വലിയ ദൈവമല്ലേ, ഈ കുഞ്ഞു കാര്യങ്ങളൊക്കെ നമുക്ക് ദൈവത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുമോ, അല്ല ദൈവം ചെയ്യുമോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ചോദിക്കത്തില്ല. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ദൈവം ആരാണെന്ന് തിരിച്ചറിയണം. അപ്പൊ ദൈവത്തെ അറിയണം നമ്മൾ. അഖിലാണ്ടത്തുടനെ ഈ അഴി ഉഴി ഉണ്ടാക്കി ഈ കാണുന്ന നമ്മൾ കാണുന്ന ഇത് ഓരോന്ന് സമുദ്രത്തിനെ വെള്ളത്തിനെ കൈക്കുമ്പിളൊക്കെ കോരുന്ന ആകാശത്തിനെ എന്താ പറയാ ഞാനുമേ തൂക്കുന്ന കുന്നായ പർവ്വതങ്ങളെ അതുപോലെ അത്ര വലിയ ദൈവം. അന്ന് പണ്ടെപ്പോഴും ഞാൻ പറഞ്ഞ കണക്ക് നമ്മുടെ ബാബു ചെറിയാൻ പാസ്റ്റ് പ്രസംഗിച്ചപ്പോൾ അതിനകത്ത് പ്രസംഗിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞത് ഒരു ദിവസം പാസ്റ്റ് പറയാം, നമ്മുടെ ദൈവം എന്താ പറയാ, സ്വർഗം എന്റെ സിംഹാസനം, ഭൂമി എന്റെ പാദപീഠം. അപ്പൊ ആ സ്വർഗത്തിലിരിക്കുന്ന ദൈവത്തിന്റെ പാദപീഠം ഭൂമിയാണ്, കാലിന്റെ വലിപ്പം ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ?
സ്വർഗം തുടങ്ങി ഭൂമി വരെ എത്തുന്ന അപ്പൊ അങ്ങനെയാണെങ്കിൽ ഹല്ലേലൂയ, അങ്ങനെ ഇരിക്കുന്ന ദൈവത്തിനെ ഒന്ന് നമ്മൾ ഇമാജിൻ ചെയ്ത് നോക്കിയേ. അത്രയും വലിപ്പം, ആ വലിപ്പത്തെ ഒന്ന് കണ്ടു നോക്കി കഴിഞ്ഞാൽ ദൈവം എത്ര വലിയവനാണ് നോക്കുക. എന്ന് വെച്ചാൽ ഈ പ്രപഞ്ചം മുഴുവൻ ഒരേപോലെ നിറഞ്ഞു നിൽക്കാൻ കഴിയുന്ന ദൈവം. ആ പ്രപഞ്ചത്തിന് മുഴുവൻ ഹല്ലേലൂയ സകല ഇത്രയത്തോളം കോടാനുകോടി ജനങ്ങൾ മാത്രമല്ല, മനുഷ്യനാണെങ്കിലും പക്ഷികളാണെങ്കിലും മൃഗങ്ങളാണെങ്കിലും കാട്ടിലെ എന്താ സമുദ്രത്തിലെ മത്സ്യങ്ങളാ, സകലത്തിനെയും അറിയുന്ന ദൈവം. അതിന്റെ എല്ലാ ശബ്ദങ്ങളും എല്ലാം ഭാഷകൾ മനസ്സിലാകുന്ന ദൈവം. അവർക്കെല്ലാം വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ദൈവം. നമുക്ക് വേണ്ടി മാത്രമല്ല ദൈവം പ്രവർത്തിക്കുന്നത് കേട്ടോ. അല്ലെ, അവരോടെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ദൈവം. അത്രയും വലിപ്പം ആ ദൈവത്തെ ഒന്ന് നമ്മളിവിടെ ഒരാള് ഒരു നേരത്തെ രണ്ടുപേർ അപ്പുറം വർത്താനം പറഞ്ഞാൽ നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടത്തില്ല. നമുക്ക് ഒരേ സമയം സംസാരിച്ച് നമുക്ക് കേൾക്കാനും അതിന് ആൻസർ ചെയ്യാനും പറ്റത്തുള്ളൂ അല്ലേ. നമ്മുടെ ചുറ്റും ഇരുന്ന് കലപില ശബ്ദമൊക്കെ കൂടിക്കഴിഞ്ഞാൽ പിള്ളേരൊക്കെ ഇന്ന് വർത്താനം പറഞ്ഞാൽ നമ്മൾ മിണ്ടായിരിക്കും അവിടെ, നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. നമ്മൾ പറയും അല്ല ഒരു കാര്യം ചെയ്യും. പക്ഷെ ദൈവത്തെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ ശബ്ദങ്ങളെല്ലാം ചെല്ലുമ്പോൾ അത് കൃത്യമായി ഐഡന്റിഫൈ ചെയ്യുന്ന കെസി അവിടെ നിന്നൊക്കെ കെസിയാണ് സംസാരിക്കുക മോളെൻ്റെ, അല്ലെങ്കിൽ ഇന്നടത്ത് മറ്റൊരാൾ അങ്ങനെ ഇതിനെക്കുറിച്ച് ഐഡന്റിഫൈ ചെയ്ത് ഓരോരുത്തരുടെ ആവശ്യങ്ങൾക്ക് മറുപടി തരുന്ന ദൈവത്തെ ആലോചിച്ച് നോക്കണം. അപ്പൊ അതുകൊണ്ട് ഇവിടെ പറഞ്ഞ ആമേഹാലെ ഭർത്താവ് നിന്റെ നാമത്തെ അറിയുന്നെങ്കിൽ അപ്പൊ ദൈവത്തിന്റെ നാമത്തെ അറിയുന്ന വെച്ചാൽ ആ ദൈവത്തെ യഥാർത്ഥ ഇപ്പൊ മിനിയെ അറിയുന്ന മിനി എന്ന് പറയുന്ന പേരാണ്. അപ്പൊ പേര് അറിയുന്ന അല്ലെ സാറാമ്മ അറിയുന്ന ആ പേരെന്ന് വെച്ചാൽ ആ വ്യക്തിത്വത്തെ അറിയുന്നവരെന്ന്. അപ്പൊ ദൈവത്തിന്റെ നാമത്തെ വെച്ചാൽ ദൈവത്തെ നമ്മൾ അറിയുക, ആ ദൈവത്തിന്റെ പേഴ്സണാലിറ്റി അത് എന്താ അത് മനസ്സിലാക്കുന്നത്. അപ്പൊ അങ്ങനെ അറിയുന്നവരാണ് ദൈവത്തിൽ ആശ്രയിക്കുന്നത്. അല്ലാത്തൊരു ദൈവത്തിലേക്ക് ആശ്രയിക്കത്തില്ല. സമ്പത്തുള്ളവർ ലോകപരമായി നടക്കുന്നവർ ഇവിടെയുള്ള മറ്റ് പലതിലും ആശ്രയിക്കുന്ന അവർ അതിലൊക്കെ ആശ്രയിക്കത്തുള്ളൂ. ദൈവമേ എന്ന് വിളിച്ച അവരുടെ എല്ലാ ആവശ്യങ്ങൾക്കും അവർ ആശ്രയിക്കത്തില്ല. പക്ഷെ ഏത് മനുഷ്യനും വിളിക്കും കേട്ടോ ദൈവമേ, ഏത് നിരീശ്വരവാദിയത് വിളിക്കും. അവനെ കൊണ്ട് പരിഹരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് അവൻ പോകുന്നുണ്ട്. ഞാൻ പറയാം, എത്ര ദൈവമില്ലെന്ന് പറയുന്ന ഒരു ആക്സിഡന്റോ ഒരു മുകളിൽ നിന്ന് താഴോട്ടോ ഒന്ന് വീണ് നോക്കിയിട്ട് അപ്പൊ വിളിക്കുന്നത് ദൈവമേന്ന് വിളിച്ചിട്ടാണ് താഴേക്ക് വരുന്നത്. അന്നേരം അവർക്കറിയാം ഇവിടെയൊക്കെ രക്ഷിക്കാനായിട്ട്. എന്ന് വെച്ചാൽ അവരെല്ലാവരും ആശ്രയിക്കുന്നത് മാനുഷ്യമായിട്ട് രക്ഷിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ അവസരത്തിൽ ആശ്രയിക്കും. പക്ഷെ നമ്മൾ മാനുഷ്യമായ ഹാലയിൽ രക്ഷിക്കാൻ പറ്റത്തില്ല എന്നുള്ള അവസരത്തിലല്ല നമ്മൾ ദൈവത്തെ ആശ്രയിക്കണ്ടേ. നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും ദൈവത്തെ ആശ്രയിക്കണം. ദൈവമേ എന്ന് തന്നെ വിളിക്കുന്നത്. എന്ത് കാര്യം വന്നാലും കർത്താവ് എനിക്കൊരു ആവശ്യമുണ്ട് ഹല്ലേലൂയ അതിന് നമ്മൾ ദൈവത്തെ കാണണം. അപ്പൊ നിന്റെ നാമത്തിൽ നിങ്ങൾ ആശ്രയിക്കുക. അടുത്തറ യഹോവേ നിന്നെ അന്വേഷിക്കുന്നത് നീ ഉപേക്ഷിക്കുന്നില്ലല്ലോ. അപ്പൊ ദൈവത്തെ അന്വേഷിക്കുന്നവരെ ദൈവം ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല. അത് ദൈവം തന്നെ എന്നെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്നറിയാൻ വേണ്ടി ദൈവം സ്വർഗത്തിൽ ഭൂമിയിലേക്ക് നോക്കുന്നത്. കാരണം ദൈവത്തെ അന്വേഷിക്കുന്നവരുണ്ടെങ്കിൽ അവരാണ് യഥാർത്ഥത്തിൽ ബുദ്ധിമാൻ. മറ്റു പലരുടെയും മുമ്പിൽ നമ്മൾ ഫോഷന്മാരായിരിക്കും. ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ ആവശ്യങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ ഇത് പ്രാർത്ഥിക്കുന്ന കണ്ട ലോകപരമായ ആൾക്കാർ എന്താ നമ്മളെ വിളിക്കുന്നത്? എന്ത് പറയാം സാറവസ്ഥ നമ്മളെ കണ്ടു കഴിഞ്ഞാല് അവര് പറയും പണിയൊന്നുമില്ല, നിനക്ക് തലയ്ക്ക് സ്ഥിരമില്ലെന്ന് ചോദിക്കും അല്ലേ. കാരണം എപ്പോഴും എന്നിട്ട് ആവശ്യങ്ങളാകുമ്പോൾ പ്രാർത്ഥിച്ച പിന്നെ എന്നോട് ചോദിച്ചിട്ട് ഞാൻ പറയാം മുഖത്തൊക്കെ ചോദിക്കുന്ന പോലെ മോളിൽ നിന്ന് കെട്ടി ഇറക്കി തരുമോ, ദൈവം പൊഴിച്ചു തരുമെന്നൊക്കെ. അപ്പോഴൊക്കെ ഞാൻ പണ്ടൊക്കെ നമ്മൾ മറുപടി പറയും. പക്ഷെ ഇപ്പോഴൊക്കെ ഞാൻ ചിരിക്കത്തെ. കാരണം എനിക്കറിയാം ഓരോ ദിവസവും എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പൊഴിച്ചു തരുന്ന മോളിൽ നിന്ന് കെട്ടി ഇറക്കി തരുന്ന പോലെ തരുന്ന ദൈവം. ഹല്ലേലൂയ. അങ്ങനെ തരുന്ന ദൈവത്തെ എനിക്കറിയാം. കാരണം അതുകൊണ്ട് ഞാൻ എപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഹല്ലേലൂയ എന്താവശ്യം വന്നാലും ഞാൻ പ്രാർത്ഥിക്കുക മാത്രമേ ഉള്ളൂ. ഞാനിവിടെ പ്രാർത്ഥിച്ചാൽ മതി, എൻ്റെ ദൈവം എനിക്ക് വേണ്ടുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കുന്നു. എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഇത്ര നാൾ അങ്ങനെ ദൈവം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനിയും ചെയ്യും. കാരണം എന്ന് വെച്ചാൽ നമ്മളൊന്നും ചെയ്യാൻ മടിയുണ്ടായിട്ടോ കാര്യങ്ങളൊന്നുമല്ല. നമ്മൾ അവിടെയൊക്കെ നമ്മൾ കാണേണ്ട നമ്മുടെ ദൈവം ആരാണെന്ന് നമ്മൾ തിരിച്ചറിയുന്ന ഇടത്തേക്ക് നമ്മൾ എത്തണം. അവിടെയൊക്കെ നമ്മൾ നമ്മുടെ ദൈവത്തെ നമ്മൾ അറിയാതിരിക്കുന്നവരായി പോലെ അറിഞ്ഞിട്ട് തന്നെ നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നവരായി മാറണം. ഹല്ലേലൂയ. ഇവിടെ പറയുന്ന ഓരോ സ്ഥലത്തും നമ്മൾ കാണുന്ന ഇവിടെ 91 സങ്കീർത്തനത്തിൽ 9 വാക്യം യഹോവേ നീ എന്റെ സങ്കേതം, നീ അത്യുന്നതനെ നിന്റെ വാസസ്ഥലമാക്കി, ഒരർത്ഥവും നിനക്ക് ഒരു ബാധ നിൽക്കൂടെ. അപ്പൊ ദൈവമാണ് നമ്മുടെ സങ്കേതമെങ്കിൽ, ദൈവമാണ് നമ്മുടെ കോട്ടയെങ്കിൽ, ദൈവമാണ് നമ്മുടെ ആശ്രയമെങ്കിൽ നമുക്ക് ഒരനർത്ഥവും ഭവിക്കത്തില്ല. കാരണം എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ ഞാൻ സഹായിക്കാമെന്നല്ല ദൈവം പറഞ്ഞേക്കുന്നത്. നമുക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമുക്ക് ദൈവം നമ്മളെ സഹായിക്കും. നമുക്ക് ഒരനർത്ഥവും ഭവിക്കുന്നവരായി മാറത്തില്ല നമ്മൾ. ഹല്ലേലൂയ. കാരണം ദൈവമാണ് നമ്മുടെ ആശ്രയം. 89 സങ്കീർത്തനം 16 വാക്യം പറയുന്നു,
16 18 അവിടെ പറയുന്നത്, അവർ ഇടപെടാതെ നിന്റെ നാമത്തെ ഘോഷിച്ചുല്ലസിച്ചു. നിന്റെ നീതിയിൽ അവർ ഉയർന്നിരിക്കുന്നു. നീ അവരുടെ ബലത്തിന്റെ മഹത്വമാകുന്നു. നിന്റെ പ്രസാദത്തിൽ ഞങ്ങളുടെ കൊമ്പ് ഉയർന്നിരിക്കുന്നു. ഹല്ലേലൂയ. ആമീൻ. ഇവിടെ പറയുന്ന അവർ ഇടപെടാതെ നിന്റെ നാമത്തിൽ ഘോഷിച്ചുല്ലസിക്കുന്നു. ആമീൻ. അവിടെ ഒരു ആമീൻ ഹല്ലേലൂയ ആമീൻ തടസ്സങ്ങളല്ലെങ്കിൽ ഒരു ഗ്യാപ്പും ഇല്ലാതെ ഇടപെടാന്ന് വെച്ചാൽ നിർത്താതെ അപ്പൊ ദൈവത്തിന്റെ നാമത്തിൽ ഘോഷിച്ചുല്ലസിക്കുന്നു. അങ്ങനെയുള്ളവരെ നിന്റെ നീതിയിൽ അവർ ഉയർന്നിരിക്കുന്നു. അപ്പൊ ദൈവത്തെ ദൈവത്തെ സ്തുതിക്കുന്നവരെ ദൈവത്തിന്റെ നീതിയിൽ അവർ ഉയർന്നിരിക്കുന്നു. ദൈവത്തിന്റെ ആ മഹത്വത്തിൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ ഇതില് കൃപയിലും ഒക്കെ നമ്മൾ വരത്തില്ല. എന്നിട്ട് നീ അവരുടെ ബലത്തിന്റെ മഹത്വമാകുന്നു. നിന്റെ പ്രസാദത്തിൽ ഞങ്ങളുടെ കൊമ്പ് ഉയർന്നിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പം നമ്മുടെ ബലത്തിന്റെ മഹത്വം ദൈവമാണെങ്കിൽ നമ്മുടെ കൊമ്പ് എപ്പോഴും ഉയർന്നിരിക്കും. ആ കൊമ്പ് ഉയർന്നിരിക്കുന്നത് അഹങ്കാരത്താലല്ല, ഈ ഭൂമിയിലുള്ള സമ്പത്തിലല്ല, ഭൂമിയിലുള്ള സ്ഥാനമാനങ്ങളല്ല, നമ്മുടെ ദൈവത്താൽ നമ്മുടെ കൊമ്പ് എപ്പോഴും ഉയർന്നു തന്നെ ഇരിക്കും. ഹല്ലേലൂയ. അവിടെ നമ്മുടെ ആശ്രയം എങ്ങോട്ടാണ്, നമ്മുടെ ഫോക്കസ് എങ്ങോട്ടാണെന്നുള്ളതാണ്. യോഹന്നാന്റെ സുവിശേഷം 14-23 വാക്യം തന്നെ പറയുന്നത്. ഹല്ലേലൂയ. നമ്മൾ അവിടെ എന്താ പറയുക, യോഹന്നാൻ പറഞ്ഞേക്കുന്നത്, നിങ്ങൾ എന്നെ കർത്താവ് പറഞ്ഞേക്കുന്നത്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ. അപ്പൊ ഞാൻ എപ്പോഴും പറയും, കൽപ്പനകളിൽ ഇപ്പൊ 2 രീതി നമുക്ക് പ്രമാണിക്കാം. ഭയത്തോട് പ്രമാണിക്കാം, പക്ഷേ നമ്മൾ സ്നേഹത്തോട് പ്രമാണിക്കാം. അങ്ങനെ സ്നേഹത്തോട് പ്രമാണിക്കും ദൈവം നമ്മുടെ കൂടെ ഇരിക്കും. 16-27 വായിക്കാവോ യോഹന്നാന്റെ സുവിശേഷം? 16-27. നിങ്ങൾ എന്നെ സ്നേഹിച്ചു, ഞാൻ പിതാവിന്റെ അടുക്കൽ വന്നിരിക്കുന്നു എന്ന് വിശ്വസിച്ചിരിക്കുകൊണ്ട് പിതാവ് താനും നിങ്ങളെ സ്നേഹിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. പറഞ്ഞേ, നിങ്ങൾ എന്നെ സ്നേഹിച്ചു. അപ്പൊ കർത്താവ് യേശുക്രിസ്തുവിനെ സ്നേഹിച്ച ശിഷ്യന്മാരോട് പറയുന്ന കാര്യം, നിങ്ങളത് സ്നേഹിച്ചു, ഞാൻ പിതാവിന്റെ അടുക്കൽ വന്നിരിക്കുന്നു എന്ന് വിശ്വസിച്ചത് കൊണ്ട്, പിതാവിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു വിശ്വസിച്ചിരിക്കുന്നത് കൊണ്ട് പിതാവ് താനും നിങ്ങളെ സ്നേഹിക്കുന്നത്. അപ്പം യേശു കർത്താവിനെ സ്നേഹിക്കുകയും ചെയ്യുന്നല്ല, യേശു കർത്താവ് പറഞ്ഞത് വിശ്വസിച്ചു. പിതാവിന്റെ അടുക്കൽ നിന്ന് വന്നിട്ട് അപ്പം ദൈവത്തെ സ്നേഹിക്കുക മാത്രമല്ല, ദൈവത്തെ വിശ്വസിക്കും. ദൈവത്തെ എങ്ങനെ നമ്മൾ ഈ വചനത്തിൽ എഴുതിയിരിക്കുന്നത് എല്ലാം ദൈവം നമ്മളോട് സംസാരിക്കുന്നതാണെന്നും അത് സത്യവചനമാണെന്നും ഈ വചനത്തിന് ഒരിക്കലും വള്ളിക്ക് പുള്ളിക്ക് മാറ്റം വരുത്തില്ല എന്ന്, ഇത് ജീവശ്വാസമാണെന്നും നമ്മൾ വിശ്വസിക്കണം. ഇവിടെ കർത്താവ് യേശുക്രിസ്തു വിശ്വസിച്ചു നമ്മൾ എന്താ പറയുന്നത്? ഈ കർത്താവ് പറഞ്ഞ ഓരോ തിരുമൊഴികളും അവർ വിശ്വസിച്ചു. ഹല്ലേലൂയ. അപ്പൊ അങ്ങനെ അവർ വിശ്വസിച്ചത് കൊണ്ടാണ് ഇവിടെ പറയുന്ന, അങ്ങനെ വിശ്വസിച്ചവരെയാണ് പിതാവ് സ്നേഹിക്കുന്നത്. അപ്പൊ ദൈവത്തെ വിശ്വസിക്കാന്ന് വെച്ചാൽ നമുക്ക് തന്നിരിക്കുന്ന ഈ തിരുവെഴുത്തുകൾ ഓരോ നമ്മൾ വിശ്വസിക്കണം. അപ്പൊ ഞാൻ പറയാം, അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും എന്നൊരു വചനം നമുക്ക് പ്രോമിസ് വേർഡായി കിട്ടിയ നമ്മൾ അത് വിശ്വസിച്ച് അതുപോലെ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി നമ്മൾ ദൈവത്തോട് പറ്റിയിരിക്കുമ്പോഴാണ് ദൈവം നമ്മളെ സ്നേഹിക്കുന്നത്. അല്ലാതെ എനിക്ക് ദൈവത്തെ വിശ്വാസമാണ്, ഞാൻ വിശ്വാസിയാണ്, ഞാൻ വലിയ എന്താ പറയാ സംഭവമാണ്, ഞാൻ ബെന്തക്കോസ്റ്റുകാരിലും ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഇത്ര വർഷമായതാണ്, ഇതൊന്നും അല്ല ദൈവം നോക്കുന്ന പ്രിവിലേജ്. നമ്മുടെ എക്സ്പീരിയൻസ് എല്ലാം നോക്കുക, നമ്മൾ എത്ര വർഷമായി വിശ്വാസത്തിൽ വന്നിട്ടെന്നല്ല നോക്കുന്നത്, നമ്മൾ ആരാണെന്നല്ല നോക്കുന്നത്, നമ്മൾ ദൈവത്തിന്റെ ദൈവം നമ്മളോട് പറഞ്ഞിട്ടുള്ള ദൈവത്തെ നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? അവിടെ യേശു കർത്താവ് പറഞ്ഞത്, ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു എന്ന് നിങ്ങൾ വിശ്വസിച്ചു. ഹല്ലേലൂയ. അവിടെ അങ്ങനെ പിതാവിന്റെ അടുക്കൽ നിന്ന് നിങ്ങൾ എന്നെ സ്നേഹിച്ച് ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു എന്ന് വിശ്വസിച്ചുണ്ട്. പിതാവ് താനും നിങ്ങളെ അങ്ങനെ നിങ്ങൾ വിശ്വസിച്ചത് കൊണ്ടാണ് പിതാവ് നിങ്ങളെ സ്നേഹിക്കുന്നത്. അപ്പൊ സ്വർഗസ്ഥനായ പിതാവ് നമ്മളെ സ്നേഹിക്കുന്ന എപ്പോഴാന്ന് വെച്ചാൽ അറിഞ്ഞിരിക്കുന്ന ഇതിൽ ദൈവം പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ വിശ്വസിക്കുമ്പോഴാണ്. കഷ്ടകാലത്ത് എന്നെ വിളിച്ച് അപേക്ഷിക്കാൻ ഞാൻ നിനക്ക് ഉത്തരം വരണം. ഇതെന്താ ദൈവം പറഞ്ഞിരിക്കുന്ന വചനമാണ്. ഇത് നമ്മൾ വിശ്വസിക്കണം. വിശ്വസിച്ച് കഴിഞ്ഞാൽ നമ്മൾ അതുപോലെ ചെയ്യും. നമ്മുടെ ഭാഗത്തുനിന്ന് ആ പ്രവൃത്തി വെളിപ്പെടും. അപ്പോഴാണ് ദൈവം നമ്മൾ 17-3 ഹല്ലേലൂയ. ഞാൻ വായിക്കാം. ഏക സത്യദൈവമായ അവിടെ 17 ഇത് ഒന്ന് തുടങ്ങിയ ഇത് യേശു സ്വർഗത്തിലേക്ക് നോക്കി പറഞ്ഞു, എന്താ പിതാവേ, നാഴിക വന്നിരിക്കും, നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടത്, നിനക്ക് പുത്രനെ അവന് നൽകിയിട്ടുള്ളവർക്ക് എല്ലാവർക്കും അവർ നിത്യജീവനെ കൊടുക്കേണ്ടതിന് നീ സകല ജഡത്തിന്മേൽ അവൻ അധികാരം നൽകിയിരിക്കുന്നല്ലോ. ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ ആകുന്നു. ഹല്ലേലൂയ. അപ്പൊ ഏക സത്യ ദൈവമായ ദൈവത്തെ അറിയുന്നത് ഒന്നെന്ന് വെച്ചാൽ ഏക സത്യ ദൈവത്തെ അറിയുന്നതും അപ്പൊ ദൈവം അയച്ചിരിക്കുന്ന യേശുക്രിസ്തു എന്ന് അറിയുന്നതുമാണ് നിത്യജീവൻ. അത് തന്നെ നിത്യജീവൻ.
ഹല്ലേലൂയ. അപ്പൊ ആ ദൈവത്തെ അറിയണം. ദൈവം അയച്ചിട്ടാണ് കർത്താവ് യേശുക്രിസ്തു വന്നതെന്നും അല്ലെ, അപ്പൊ അന്ന് വന്നിട്ടേ ഉള്ളെന്ന് മരണപ്പെട്ട് തേജസ്കരിക്കപ്പെട്ടിരുന്നു. പക്ഷേ അപ്പൊ നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആ കർത്താവ് എന്തിനും ഭൂമിയിലേക്ക് വന്നു എന്നും നമ്മളത് വിശ്വസിക്കുമ്പോഴും അത് തന്നെയാണ് നിത്യജീവൻ. വിശ്വസിക്കാത്ത ഒരാൾക്ക് ഒരിക്കലും നിത്യജീവൻ ലഭിക്കുന്നത്. ആ വിശ്വസിക്കുമ്പോഴാണ് ബാക്കി പ്രവൃത്തി വരുന്നത്. വിശ്വാസത്താലാണ് ആ പ്രവൃത്തി വരുന്നത്. മറ്റെന്തെങ്കിലും ഫോക്കസ് ചെയ്തിട്ട് അപ്പൊ ദൈവം ഏക സത്യം, ദൈവം ഒരുവനേ ഉള്ളൂ. പലരുടെയും കൺഫ്യൂഷനാണ്. ദൈവം ഒരുവനേ ഉള്ളെങ്കിൽ പിതാവ് ആരെ, പുത്രൻ ആരെ, പരിശുദ്ധാത്മാവ് ആരാ? ഇത് മൂന്നും ആ ഏക സത്യ ദൈവത്തിന്റെ ആളത്വങ്ങളാണെന്നാണ് നമ്മൾ പേഴ്സണാലിറ്റീസ് എന്ന് പറയുന്നത്. നമ്മൾ പറയുകയാണെങ്കിൽ, ഞാൻ എപ്പോഴും അതിന്റെ എക്സാമ്പിൾ പല പ്രാവശ്യം നമ്മുടെ ഗ്രൂപ്പ് പറഞ്ഞിട്ടില്ല, ഇനി പുതിയതായി കേൾക്കുന്ന ആരെങ്കിലും പറയാം. എൻ്റെ മോൾക്ക് ഞാൻ അമ്മയാണെങ്കിൽ, എൻ്റെ അമ്മയ്ക്ക് ഞാൻ മകളാണെങ്കിൽ, ഹല്ലേലൂയ, ഞാനിപ്പോൾ ജോലി ചെയ്യുന്ന ഒരു ഓഫീസ് ഉണ്ടെങ്കിൽ അവിടെ ഞാൻ ഹല്ലേലൂയ അവിടുത്തെ ആരെ എന്ത് പൊസിഷൻ അതാണ്. അല്ലെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു ശുശ്രൂഷക്കാരത്തിയാണെങ്കിൽ ഇതെല്ലാം ഒരേ ആൾ മാത്രമേ ഉള്ളൂ, മിന്നിയാണ്. പക്ഷെ ഓരോ സ്ഥലത്തും ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് വെളിപ്പെടുക. അപ്പൊ അതുപോലെ തന്നെയാണ് പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോഴത്തേന് ഹല്ലേലൂയ, അത് ഒരാൾ തന്നെയാണ്, ഒന്ന് തന്നെയാണ്, ഏക സത്യ ദൈവം തന്നെയാണ്. പക്ഷെ അത് ഡിഫറെന്റ് പേഴ്സണാലിറ്റീസ് ആയിട്ട് നമുക്ക് വെളിപ്പെടുന്നത് പോലെ തന്നെയാണ് നമ്മളും അറിയേണ്ട. അല്ല ദൈവം മൂന്ന്, അപ്പൊ മൂന്നോ നാലോ മിനി ഉണ്ടോ എന്ന് വെച്ചാൽ 3-4 മിനി ഇല്ല. ഹല്ലേലൂയ, ഒരൊറ്റ മിനി മാത്രമേ ഉള്ളൂ. അത് മോക്ക് അമ്മയാണെങ്കിൽ, അമ്മയ്ക്ക് മകളാണെങ്കിൽ, അങ്ങനെ രീതിയിൽ നമ്മൾ വെളിപ്പെടുന്ന പോലെ തന്നെ. അപ്പൊ അതിന്റെ ഏക സത്യത ആ ദൈവത്തെയും ദൈവം അയച്ചിട്ടാണ് യേശു കർത്താവ് വന്നത് നമ്മൾ വിശ്വസിക്കുക തന്നെയാണ് അത് നിത്യജീവൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഓരോ സമയത്തും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ എന്ത് വിശ്വസിക്കുന്നു, നമ്മൾ ആ വിശ്വാസത്തെക്കുറിച്ച് നമ്മൾ ഇതിനെക്കുറിച്ച് ഒരുപാട് വചനങ്ങളുണ്ട്. പക്ഷേ നമ്മൾ ഒരുപാട് വചനങ്ങൾ വായിച്ചിട്ട് ഒത്തിരി വചനങ്ങൾ അവിടെ നിന്ന് പറക്കിയെടുത്ത് നമ്മൾ സംസാരിക്കും. നമ്മൾ എന്ത് സംസാരിക്കുന്നു എന്നുള്ള ഒരു വാക്യമാണ് നമ്മൾ വായിക്കുന്നതെങ്കിലും ആ വാക്യത്തിൽ നമ്മൾ എന്താണ് ദൈവം നമ്മളോട് സംസാരിക്കുന്നത് നമ്മൾ തിരിച്ചറിയണം. അപ്പൊ നമ്മൾ ദൈവത്തോട് പറ്റിയിരിക്കുന്നവരാണെങ്കിൽ ഞാൻ നമ്മുടെ ജീവിതത്തിൽ ഞാൻ പറയാം, ഇപ്പൊ നമുക്കൊരു സങ്കടം വന്നു, ഒരു വിഷമം വന്നു, നമ്മൾ ദൈവത്തോടെ ചേർന്നിരിക്കും. ദൈവം നമ്മളോട് കൃത്യമായി സംസാരിക്കും, നമ്മളെ ആശ്വസിപ്പിക്കും. ഒരമ്മ തന്റെ കുഞ്ഞിനെ ആശ്വസിപ്പിക്കുന്ന പോലെ ദൈവം നമ്മളെ ആശ്വസിപ്പിക്കും. ഞാൻ ഇന്നലെ ഇങ്ങനെ വീണ്ടും പറയുന്നതൊക്കെ ഞാനിങ്ങനെ ഇന്നലെ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് വൈകിട്ട്. ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ അടയാളമൊക്കെ ചോദിച്ചു ദൈവത്തോട്. അപ്പൊ ഞാൻ പറഞ്ഞു, അവള് ഗിദെയോനാണ് അടയാളം. ഞാൻ പറഞ്ഞു, അവള് ഗിദെയോൻ, കൊച്ചു ഗിദെയോനാണ്, ഞാൻ വലിയ ഗിദെയോനാന്ന് പറഞ്ഞു. കാരണം ഞാൻ ഒരു പ്രാവശ്യമല്ല അടയാളം, ഞാൻ ചിലപ്പോഴൊക്കെ 3-4 പ്രാവശ്യമൊക്കെ ചില അടയാളങ്ങളൊക്കെ ചോദിക്കും. നമ്മുടെ ദൈവത്തിന് നമ്മളെ നന്നായി അറിയാം. നമ്മൾ എത്ര പ്രാവശ്യം ചോദിച്ചാലും ദൈവം അത് നമുക്ക് പറഞ്ഞു തരും, അല്ലെങ്കിൽ അതിനുള്ള അടയാളങ്ങൾ തരും നമുക്ക്. നമ്മളുടെ ഹൃദയം ഉറയ്ക്കുന്നത് വരെ, അല്ലെങ്കിൽ സ്വസ്ഥമാകുന്നവരെ ദൈവം നമ്മളിങ്ങനെ കംഫർട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ എന്ത് ചോദിച്ചാലും അതിന് ഒരു കൊച്ചു കുഞ്ഞിനോട് നമ്മൾ മറുപടി പറയുന്ന പോലെ നമ്മൾ പറഞ്ഞ് അതിനെ കൊണ്ടുവന്ന് നമ്മൾ ഉറപ്പിച്ച് നമ്മളെ ആ ഒരു കംഫർട്ട് സോണിലേക്ക് ദൈവം എത്തിക്കും. പക്ഷെ ഇതെന്താ വെച്ചാൽ നമ്മൾ ചോദിക്കണം. നമ്മൾ ചില കാര്യങ്ങൾക്ക് ഞാൻ പറയാ അടയാളം ചോദിച്ചാൽ മാത്രമേ നമുക്കൊരു കൺഫർമേഷൻ വരത്തുള്ളൂ, ഇല്ലെങ്കിൽ നമുക്ക് ഒരു കൺഫ്യൂഷൻ ആയിരിക്കും അത്. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ചോദിക്കാം, ദൈവം നമുക്ക് കൃത്യമായി തരുമെന്നേ അടയാളം. ഗിദെയോന് മാത്രമല്ല ദൈവം അടയാളം കൊടുക്കും. നമ്മൾ ഗിദെയോനെ കുറിച്ച് വായിക്കാൻ, നമ്മൾ ഗിദെയോൻ എന്തൊരു ഗിദെയോൻ, ഇത് കണ്ടില്ല, ദൈവം നേരിട്ട് പറഞ്ഞിട്ട് ഇന്ന് ഇങ്ങനെ ഇരിക്കണം, നാളെ അങ്ങനെ ഇരിക്കണം എന്നെല്ലാം പറഞ്ഞ് ആൾക്കാർ പറയും അങ്ങനെയൊന്നും അടയാളം ചോദിക്കാൻ പാടില്ലെന്ന് പറയും. പക്ഷേ ഞാൻ പറഞ്ഞ ആ വ്യക്തിത്വത്തിന്റെ ഹൃദയത്തെ ഉള്ളതുപോലെ അറിയുന്ന ദൈവത്തിന് അറിയാം എന്തുകൊണ്ടാണ് ഇത് ചോദിക്കുന്നത്. ദൈവത്തെ അവിശ്വസിച്ചിട്ടല്ല പലപ്പോഴും അടയാളം ചോദിക്കുന്നത്. നമ്മുടെ ഹൃദയത്തെ തന്നെ ഒന്ന് സ്വസ്ഥമാക്കുക, അല്ലെങ്കിൽ അതിനകത്തൊന്ന് നമുക്ക് ആ ഒരു ഇതിലേക്ക് എത്താൻ വേണ്ടി. അപ്പൊ നമ്മുടെ ദൈവത്തെ എല്ലാവർക്കും ദൈവത്തെ വിശ്വാസമല്ലേ? അല്ലേ? ദൈവത്തെ വിശ്വാസം ഇല്ലാത്ത ആരേ ഉള്ളൂ? എല്ലാവർക്കും വിശ്വാസമാണ്. പക്ഷേ ആ വിശ്വാസത്തിന്റെ അളവ് എത്രയും ഉണ്ടു എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ചില സമയത്തൊക്കെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ വരുമ്പോൾ നമ്മൾ ചോദിക്കും, കർത്താവ് ഇത് അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇതിനൊരു അടയാളം തരണം കേട്ടോ എന്ന് പറയുമ്പോൾ കൃത്യമായി ദൈവം തരും. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ദൈവത്തിന് അറിയാം നമ്മൾ എന്തുകൊണ്ടാണ് അത് ചോദിക്കുന്നത്. ഹാലേലൂയ. നമ്മുടെ ദൈവത്തെ അവിശ്വസിച്ചിട്ടല്ല, നമ്മൾ അത്രത്തോളം വിശ്വാസം ഉയർന്നു വരാത്തത് കൊണ്ടല്ല, നമ്മുടെ ഹൃദയത്തിന്റെ ആ വിശ്വാസത്തിന്റെ ഹാലേലൂയ എന്താ പറയാ അളവ് ഒന്ന് വർദ്ധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചോദിക്കുന്നത് ദൈവത്തിന് മനസ്സിലാവും. ദൈവം അതുകൊണ്ട് തന്നെ ചെയ്യും, നമ്മുടെ ഹൃദയത്തെ അറിഞ്ഞിട്ടാണ്. അപ്പൊ നമ്മളിവിടെ ഇന്ന് വായിച്ച ഹാലേലൂയ വാക്യം, അവൻ എന്നോട് പറ്റിയിരിക്കുക, ഞാൻ അവനെ വിളിക്കുക, അവൻ എൻ്റെ നാമത്തിൽ ഞാൻ അവനെ ഉയർത്തും. ഹാലേലൂയ. അപ്പൊ നമ്മൾ ഈ ലോകത്തിൽ പലപ്പോഴും നമുക്ക് ഉയർച്ച വരാറുണ്ട്, പല രീതി നമുക്ക് ഉയരാൻ പറ്റും. പക്ഷേ ആ ഉയർച്ചയെ കാട്ടിയൊക്കെ നമുക്ക് സന്തോഷം തരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ദൈവ മക്കളാണെങ്കിൽ, നമ്മൾ ദൈവത്തിന്റെ വാക്ക് കേട്ട് അനുസരിച്ച് നടക്കുന്നവരാണെങ്കിൽ, എനിക്കെപ്പോഴും എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും ആഗ്രഹം എൻ്റെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ദൈവം തന്നെ അതിന്റെ എല്ലാ മഹത്വം എടുക്കണമെന്ന്. ഭൂമിയിലുള്ള ആർക്കും അതിന്റെ മഹത്വം കൊടുക്കാൻ എനിക്ക് ഇഷ്ടമല്ല.
അതുകൊണ്ട് ഞാൻ എപ്പോഴും കർത്താവെ നീ തന്നെ ചെയ്യണം, എനിക്ക് എൻ്റെ ദൈവം എന്നെ വിടുവിച്ച്, ദൈവം എനിക്ക് വേണ്ടി ചെയ്തു, ദൈവം എനിക്ക് വേണ്ടി നോക്കും, ആ കാര്യങ്ങൾ അങ്ങനെ കേൾക്കാൻ എനിക്ക് ആഗ്രഹം. കാരണം ലോകപരമായിട്ട് ലോകത്തിൽ നിന്ന് ആരും ഹാലൂല ഓ ഞാനാണ് അങ്ങനെ അങ്ങനെ പറയുന്നതിനെക്കാട്ടും ഇഷ്ടം എനിക്ക് ദൈവം. അപ്പം അതുകൊണ്ട് എൻ്റെ ആഗ്രഹം എപ്പോഴും ദൈവം ചെയ്യണമെന്ന്. അപ്പം അതുകൊണ്ട് നമ്മൾ അങ്ങനെ ആഗ്രഹിക്കുന്ന ആരെങ്കിലും എൻ്റെ ശബ്ദം കേൾക്കുന്നത്, നിങ്ങൾക്ക് വേറൊരു ഉപായവും ഇല്ല, അതിനുവേണ്ടി ദൈവത്തോട് പറ്റിയിരിക്കുക തന്നെയാണ്. ആ ദൈവത്തോട് ചേർന്നിരുന്നാൽ ഞാൻ പറയും ദൈവം നമ്മുടെ സകല റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കും. നമുക്ക് ഭാരമാണ്, നമുക്ക് പ്രയാസമാണെന്ന് തോന്നുന്നു. ഞാൻ അറിയാം എന്ത് കാര്യത്തിലാണ് ദൈവത്തിന് നമ്മളെ സഹായിക്കാൻ പറ്റാത്തത് ആലോചിച്ച് നോക്കണ്ടോ? നമ്മളൊരിടത്ത് ചെന്നൊരു ലാംഗ്വേജ് പ്രോബ്ലം ഉണ്ട്, ദൈവത്തിന് നമ്മളെ സഹായിക്കാൻ പറ്റുമോ? ഉണ്ട്. നമ്മൾ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ പഠിക്കുന്ന കാര്യങ്ങൾ എനിക്ക് മനസ്സിലാകുന്നില്ല, എനിക്കത് പഠിപ്പിക്കുന്ന അങ്ങോട്ട് ഗ്രഹിക്കാൻ പറ്റുന്നില്ല. ദൈവത്തിൽ ആശ്രയം, ദൈവത്തിന് സഹായിക്കാൻ പറ്റത്തില്ല, നമ്മളെ പറ്റും. കാരണം സകല ജ്ഞാനത്തിന്റെ ഉറവിടമായ ദൈവമാണ്. നമ്മളൊരു ജോലി, നമ്മുടെ ശരീരം വീക്കാണ്, നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റുന്നത്, നമ്മുടെ ശക്തി ദൈവം പറഞ്ഞേക്കുന്നത് എന്താ? നിന്റെ ബലഹീനതയിൽ എൻ്റെ ശക്തി ഞാൻ തരുമെന്ന് പറഞ്ഞേക്കുന്നത്. അപ്പം നമ്മൾ ബലഹീനരാകുമ്പോൾ നമുക്ക് ബലം തരാൻ ദൈവത്തിന് പറ്റും. ഹലയ നമ്മുടെ ആവശ്യങ്ങൾ ഹലയില കാക്കയെ പോലും കാക്കയ്ക്ക് പോലും ആഹാരം കൊടുക്കുന്ന ദൈവം നമ്മുടെ കാര്യങ്ങൾ നോക്കാതിരിക്കുമോ? ഇല്ല. ഇപ്പൊ എല്ലാരും പേടിക്കുന്ന പിശാച് ഒരു കാര്യം മനസ്സിൽ ആലോചിക്കാൻ ചിന്തിക്കണമെന്ന് തോന്നുമ്പം എന്താ ചിന്തിക്കാൻ പോകുന്ന അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ദൈവം. അത് ഏറ്റവും വലിയ എക്സാമ്പിളാ. ദൈവത്തിന്റെ സിംഹാസനത്തിനൊപ്പം സിംഹാസനം വെക്കണമെന്ന് മനസ്സ് വിചാരിച്ചതേ ഉള്ളൂ, അപ്പൊ തന്നെ അടികിട്ടി. അതാണ്. അപ്പൊ ഒരാൾ അത് ഹൃദയത്തിൽ ചിന്തിക്കണമെന്ന് ചിന്തിക്കാൻ പോകുന്നത് എന്താ നമ്മൾ ചിന്തിച്ച് നമ്മൾ ഇന്നലെ ചിന്തിച്ചു, പക്ഷെ അതിന് നമ്മൾ അടുത്ത നിമിഷം എന്ത് ചിന്തിക്കും ദൈവത്തിന് അറിയാതെ. അപ്പൊ ആ ഒരു ദൈവമാണ്. അപ്പൊ അങ്ങനെ ഓരോ കാര്യം നമ്മൾ എടുത്തു നോക്കുക. ഹല്ലേലൂയ. സർവശക്തൻ, സർവവ്യാപി, സർവജ്ഞാനി, ഹല്ലേലൂയ. എല്ലാത്തിനേക്കാട്ട് ഉയർന്നിരിക്കുന്നവൻ, ശാശ്വതവാസി, അഖിലാണ്ട തുണ. ആ ദൈവത്തോട് നമ്മൾ പറ്റിയിരുന്ന ദൈവത്തിന് നമ്മളെ വിടുവിക്കാൻ പറ്റത്തു ഒരു മേഖലയുമില്ല. നമ്മൾ മനുഷ്യരോടല്ല പറ്റിയിരിക്കണം. ഞാൻ പറയാം ഈ കൂട്ടായ്മയിൽ നിങ്ങൾ കൂടുന്ന ഓരോരുത്തരും ഞാൻ പറയാം, നിങ്ങൾ മിനിസിസ്റ്ററോടല്ല കൂടിയിരിക്കുന്നത്, മിനിസിസ്റ്ററുടെ അല്ല ഈ പ്രാർത്ഥനാ ഗ്രൂപ്പും. കാരണം ഇത് ദൈവം തന്നെ പേര് തന്ന് ദൈവം തന്നെ തുടങ്ങിച്ചെങ്കിൽ ഇത് ദൈവത്തിൻ്റെതാണ്. ഞാൻ ഇവിടെ ആരും ഇതിൻ്റെ അകത്ത് ഞാൻ പറയാം ഇതിന്റെ ഉടമസ്ഥരല്ല, ഒന്നുമല്ല, ഇത് ദൈവത്തിന്റെ തന്നെയാണ്. അപ്പൊ നിങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്നത് എന്നോടല്ല കൂടിയിരിക്കുന്നത്, ദൈവത്തോടാണ് ചേർന്നത്. അപ്പൊ ദൈവത്തോടാണ് നമ്മൾ ചേർന്നിരിക്കുന്നത്, ദൈവത്തിന്റെ ശബ്ദം കേൾക്കാനാണ് ഇരിക്കുന്നത്, ദൈവത്തോടാണ് പ്രാർത്ഥിക്കുന്നത്. ഉറപ്പുണ്ടെങ്കിൽ എന്നോട് പിണക്കം വെച്ചിട്ട് മാറി നിൽക്കത്തില്ല ആരും. ഹല്ലേലൂയ. കാരണം ഇപ്പൊ ഞാൻ ചിലപ്പോൾ മാനുഷ്യമായിട്ട് പറയുന്ന വാക്കുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളോ കേട്ടാലേ അപ്പൊ നമ്മൾ ആരോടെ പറ്റി ഇവിടെ നിങ്ങൾ എബേഡ് ഇന്റർനാഷണൽ ഫെലോഷിപ്പ് എന്ന് പറയുന്നത് മിനിസിസ്റ്ററുടെ ആണെന്ന് ചിന്തിക്കുന്നെങ്കിൽ തെറ്റിപ്പോയി. ഇവിടെ ഇപ്പൊ ഇരിക്കുന്ന നമ്മൾ ആരൊക്കെ ഇതിനകത്ത് കൂടുന്നത്, ഇത് അവരുടെ ഓരോരുത്തരുടെയാണ്, അവരുടെ തന്നെയാണ്. ഇത് അല്ലാതെ ഒരു വ്യക്തിയുടെ അല്ല. ഇത് ഇത് ഇതിനകത്ത് ഒരു വ്യക്തിക്ക് ഇതിനകത്ത് മഹത്വം എടുക്കാനായിട്ട്. കാരണം ഇവിടുത്തെ കാര്യങ്ങൾ കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യുന്ന പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മ ഗൈഡൻസിനനുസരിച്ച് ഇത് മുമ്പോട്ട് പോകത്തുള്ളൂ. അല്ല മാനുഷ്യം ഒരു ചിന്തയിൽ മുമ്പോട്ട് പോകത്തില്ല. ദൈവം എന്ത് പറഞ്ഞാലും അതുപോലെ നമ്മൾ അനുസരിക്കുക. ഇന്ന് പലപ്പോഴും ഞാൻ ഇവിടെ നമുക്കറിയാം മറ്റുള്ള കടന്നു വരാതെയൊക്കെ ഇരുന്ന സമയത്തൊക്കെ നിർത്തിട്ട് കേൾക്കുമ്പോഴൊക്കെ ദൈവം പറയും നോ, ഇത് ഞാൻ പറയുന്ന കാലത്തോളം ഇത് കണ്ടിന്യൂ ആണ് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവം തുടങ്ങിച്ചാണ് ദൈവം പറയുന്നത്, നിർത്തുകയും ചെയ്യത്തില്ല. ദൈവം പറയും ഇപ്പൊ ഇതിനകത്ത് ആരും വന്നില്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കേണ്ടി വന്നാലും ഇത് ഞാൻ ക്ലോസ് ചെയ്യത്തില്ല. കാരണം വെച്ചാൽ ദൈവത്തിന്റെ ശബ്ദം കേട്ട് തുടങ്ങി, ദൈവത്തിന്റെ കൺഫർമേഷൻ ദൈവം പറയാതെ ഇതിനകത്ത് ഒരു ചേഞ്ച് നമുക്ക് വരുത്താൻ പറ്റും. നമ്മൾ കാരണം ദൈവം കൃത്യമായിട്ട് ഇതിനകത്ത് പറഞ്ഞ് ഗൈഡ് ലൈൻസ് തന്നിട്ടാണ് നമ്മൾ തുടങ്ങിയത്. അതുകൊണ്ട് വേറെ മറ്റു പലരും ഇതിനകത്ത് വന്നിട്ട് മാറ്റങ്ങൾ വരുത്താൻ നോക്കുമ്പോൾ നോ, ദൈവം നമുക്ക് കൃത്യമായിട്ട് ഹല്ലേലൂയ ഇതിനെക്കുറിച്ച് കൃത്യമായി ഇത് എങ്ങനെ കൊണ്ടുപോകണം, എന്ത് ചെയ്യണം, എങ്ങനെ പ്രാർത്ഥിക്കുക, ഇതെല്ലാം ദൈവം തന്നു. ഇതിന്റെ ഇടയിൽ കയറി അതിന് മാറ്റം വരുത്തും, മാനുഷികമായ മാറ്റം വരുത്താൻ നമ്മൾ സമ്മതിക്കത്തില്ല. കാരണം ദൈവം എന്ത് പറഞ്ഞു അതുപോലെ കൊണ്ടുപോകാൻ നമ്മൾ ആഗ്രഹിക്കുന്നത്. കാരണം ദൈവത്തിന്റെ ശബ്ദം കേട്ട് ദൈവം പറയുന്ന കണക്ക് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നമ്മളെല്ലാവരും പറയുന്നതിനകത്തേക്ക് ഓരോ ആൾക്കാരുടേതാണ് ഈ പ്രാർത്ഥനാ ഗ്രൂപ്പ് എന്നുള്ള, അല്ലെങ്കിൽ ഇത് ദൈവത്തിൻ്റെതാണെന്നുള്ള ഒരു ബോധ്യത്തിലായിരിക്കും നമ്മൾ ഇതിനകത്തായിരിക്കേണ്ടത്. ഹല്ലേലൂയ. അല്ലാതെ ഇത് നമ്മുടെ കുടുംബസ്വത്തല്ല. ഞാൻ എപ്പോഴും പറയും ശുശ്രൂഷ ഒരിക്കലും കുടുംബസ്വത്തല്ല കേട്ടോ. അങ്ങനെ പലരും ചിന്തിക്കുന്നെങ്കിൽ അത് തെറ്റിപ്പോകുന്നു. ഇത് പാരമ്പര്യമായിട്ട് കൈമാറാനുള്ളത്, പാരമ്പര്യമായിട്ട് കൈമാറണം. നമ്മൾ മക്കളുടെ മക്കളൊക്കെ വരണം. പക്ഷെ എന്നിരുന്നാലും ഇത് നമ്മുടെ കുടുംബസ്വത്ത്, ഇത് നമുക്ക് ഞാനും എൻ്റെ കുടുംബവും അത് ഞങ്ങൾക്കുള്ളതാണ്. അല്ലെ ഇത് നമ്മൾ നമ്മുടെ നാട്ടിലൊക്കെ ഈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി, കുടിൽ വ്യവസായം പോലെ ബിസിനസ്സുകൾ തുടങ്ങുന്ന ബിസിനസ് അല്ല ഇത്. ഹല്ലേലൂയ. ഇത് ദൈവത്തിൻ്റെതാണ്. ഇതിന്റെ അധ്യക്ഷൻ പരിശുദ്ധാത്മാവാണ്, ഇതിന്റെ നടത്തിപ്പുകാരൻ പരിശുദ്ധാത്മാവാണെന്നുള്ള ഉത്തമ ബോധ്യത്തിലാണ് നമ്മൾ ഓരോരുത്തർ ചെറുതായിട്ട് വലുതായിട്ട് ശുശ്രൂഷ ചെയ്യാനായിട്ട്
അങ്ങനെ തന്നെ ആയിരിക്കണം നമ്മൾ അന്ത്യം വരെ. അങ്ങനെ തുടങ്ങുമ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ എല്ലാവരും കണ്ണ് മഞ്ഞളിച്ച് പോകാറുണ്ട്. അങ്ങനെ കണ്ണ് മഞ്ഞളിച്ച് പോകരുത്. ഹല എന്തൊക്കെ കണ്ടാലും ഹലിലെ അവസാനം വരെ ഇത് ദൈവത്തിൻ്റെയാണ്, ഇതിൻ്റെ അധ്യക്ഷൻ, ഇതിൻ്റെ നടത്തിപ്പുകാരൻ പരിശുദ്ധാത്മ. ഈ ബോധ്യത്തിൽ നമ്മൾ പോകാൻ നമ്മുടെ ഓരോ കാര്യങ്ങളും നമ്മൾ ദൈവത്തോട് പറ്റിയിരിക്കണമെങ്കിൽ ഓരോ ദിവസം ദൈവശബ്ദം കേൾക്കാനും തെറ്റിപ്പോകത്തില്ല. ഓരോ ദിവസം ദൈവശബ്ദം കേട്ട് തന്നെ മുമ്പോട്ട് പോയാൽ മതി എല്ലാവരും. അല്ല ദൈവത്തോട് ചേർന്നിരിക്കുകയാണെങ്കിൽ ആ ശബ്ദത്തിനനുസരിച്ച് മുൻപോട്ട് പോവുക. അങ്ങനെയുള്ളവർ ഒരിക്കലും ഞാൻ പറയാം അവർ താന്നു പോകത്തില്ല. അവർ ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞ കണക്ക് ഉയർച്ച തന്നെ പ്രാപിക്കും, ഒരിക്കലും താഴ്ച പ്രാപിക്കത്തില്ല. ആ താൽക്കാലികം എന്തെങ്കിലും താഴ്ചക്കൂടൊക്കെ നമ്മൾ പോകുന്നു തോന്നുന്നെങ്കിൽ നിങ്ങൾ വിചാരിച്ചോളാം, ആ താഴ്ചയൊക്കെ ഒരു സ്ഥിരമായ താഴ്ചയിലേക്കല്ല, അത് ഉയർച്ചയിലേക്ക് വരാൻ വേണ്ടി. ഹലെ ദേശകർത്താനെ ക്രൂശിൽ മരണത്തോളം താഴ്ത്തിയപ്പോൾ അല്ല എല്ലാത്തിനും മീതെ ഉയർത്തിയെന്ന് പറഞ്ഞിരിക്കുന്ന വചനം പോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും. അല്ലെ അതുകൊണ്ട് ഈ താഴ്ച ഒന്നും കണ്ടാലും ഭയപ്പെടണ്ട. ദൈവത്തോട് നിങ്ങൾ പറ്റിയിരിക്കുന്നത് അവിടെ തന്നെ പറ്റിയിരിക്കണം. അല്ലെ അത് വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടരുത്. പലരും പലതും പറയും, പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. നമ്മൾ ദൈവത്തോട് ചേർന്നിരിക്കുക. ആ ദൈവം നമ്മളെ വിടുവിക്കുക തന്നെ ചെയ്യും. ദൈവം എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലെസ് യു.